സാമ്പത്തിക പരിഗണന. പാവപ്പെട്ടവരിൽ എന്താണ് ഈ മുന്നോക്ക ജാതി റിസർവേഷനുള്ള സാമ്പത്തിക പരിഗണന? തൊഴിലാളി എന്ന ഒരു വിശാലമായ സമ്പർക്കം പറയുമല്ലോ, തൊഴിലാളി എന്ന് പറയും നമ്മൾ. പക്ഷേ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൽ ദളിതരുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഈ ഫെബ്രുവരി മാസം 4-ാം തീയതി മലയാള മനോരമയുടെ സെൻട്രൽ പേജിൽ ഒരു പ്രസ്താവന വന്നിരുന്നു. കേരളത്തിലെ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സാംസ്കാരിക നായകനായിരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രസ്താവനയാണ്. ഉന്നയിച്ച ആദ്യം ചോദിച്ച ചോദ്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ വിമർശനം, സ്ത്രീകൾ പിന്നോക്കാവസ്ഥയിലായിരുന്നു മുസ്ലിം സമുദായത്തിൽ എന്നുള്ളത് അവരുടെ കുറ്റമാണോ അതോ മറ്റുള്ളവരുടെ കുറ്റമാണോ? എന്തുകൊണ്ടോ ഒരു കക്ഷി രാഷ്ട്രീയ പ്രശ്നമായി ഇതിനെ ചുരുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ട്. ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ ഒരു ഭരണഘടന നിലയിൽ വരുന്നതോടുകൂടിയാണ് ഒരു സാമൂഹ്യ ഇടം തന്നെ സൃഷ്ടിക്കപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ആദരണീയരായ രാമകൃഷ്ണ മാഷ്, ഇല്യാസ് മാഷ്, ബഹുമാന്യ അധ്യക്ഷ, ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ ആത്മസഹോദരങ്ങളെ, ദളിതരും സാമൂഹ്യ ഇടങ്ങളും എന്നുള്ളതാണ് മറ്റൊരു ആലോചനാ വിഷയം. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നൊരു കാര്യം സാമൂഹ്യ ഇടമെന്ന് പറയുന്നൊരു സങ്കല്പം തന്നെയാണ്. ഒരു സോഷ്യൽ സ്പേസ് സൃഷ്ടിക്കപ്പെടണം. ഇന്ത്യയിലെ ദളിതരെ സംബന്ധിച്ച് അത്ര ഒരു സോഷ്യൽ സ്പേസ് നിർമ്മിക്കപ്പെടുന്നത് വലിയ വലിയ സമരങ്ങളിലൂടെയും പ്രത്യേകിച്ച് ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ ഒരു ഭരണഘടന നിലയിൽ വരുന്നതോടുകൂടിയാണ് ഒരു സാമൂഹ്യ ഇടം തന്നെ സൃഷ്ടിക്കപ്പെടുന്നത്. അതിനു മുമ്പ് ഒരു സാമൂഹ്യ ഇടമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനു മുമ്പ് സാമൂഹ്യ ഇടം ഇല്ല. സമ്പൂർണമായ അടിമനുഖത്തിന് കീഴിൽ കിടക്കാവുന്ന, സാമൂഹ്യമെന്ന് പോലും വിളിക്കാൻ കഴിയാത്ത ഒരു സങ്കുചിതമായ കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും വലകൾ തീർക്കുന്ന വേലിക്കെട്ടുകൾ നിറഞ്ഞ ഒരു പ്രദേശം മാത്രമാണ് ഇന്ത്യയിലെ ദളിതരെ സംബന്ധിച്ച് ഉള്ളത് എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും. അപ്പോൾ അതിനൊരു മാറ്റം വന്നത് നമ്മൾ പൊതുവെ വിശേഷിപ്പിക്കുന്ന, കേരളത്തെ സംബന്ധിച്ചാണെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിലും, നവോത്ഥാന പ്രസ്ഥാനങ്ങളും പിന്നീട് ഭരണഘടനയിലൂടെ നിലയിൽ വന്ന തുല്യതാ നിയമങ്ങളും സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം മുതലായ സങ്കല്പങ്ങളുമാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിലെ ദളിത് ജനതയ്ക്ക് ആത്മാഭിമാനപൂർണമായ ഒരു സാമൂഹിക ഇടത്തെ പ്രദാനം ചെയ്തത്. അത് സമ്പൂർണമായി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യം വളരെയധികം സംശയാസ്പദമാണ്. ഇല്യാസ് മാഷ് പറഞ്ഞൊരു കാര്യത്തിന് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഇല്യാസ് മാഷ് പറഞ്ഞൊരു കാര്യം, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് വളരെ നെഗറ്റീവായിട്ട്, വളരെ ഋണാത്മകമായി ബാധിക്കാവുന്ന സാഹചര്യങ്ങളെ ഇന്ത്യൻ മുസ്ലിങ്ങൾ, ഇന്ത്യയിലെ സിഖുകാർ, ന്യൂനപക്ഷങ്ങൾ മറികടന്നതിനെ പറ്റിയാണ് ഇല്യാസ് മാഷ് സൂചിപ്പിച്ചത്. വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. പക്ഷേ ഇന്ത്യയിലെ ദളിതരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മറികടക്കാനൊരു സാമൂഹ്യ മൂലധനം വേണമല്ലോ. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച്, കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് മറികടക്കാൻ ഒരു സാമൂഹ്യ ഒരു മൂലധനമുണ്ട്. സാമൂഹികമെന്നോ രാഷ്ട്രീയമെന്നോ സാംസ്കാരികമെന്നോ വിളിക്കാവുന്ന മൂലധനമുണ്ട്. ആ മൂലധനം കടന്നു വന്നതിൻ്റെ ചരിത്രം വളരെ വിശദമായി പരിശോധിക്കേണ്ടതാണ്. പക്ഷേ കേരളത്തിലെയും ഇന്ത്യയിലെയും ദളിതരുടെ വിഷയം പരിശോധിക്കുമ്പോൾ തങ്ങൾക്കെതിരെ വരുന്ന പ്രശ്നങ്ങളെ മറികടക്കാനുള്ള സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക മൂലധനം അവരുടെ പക്കലുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഘാതം എന്ന് പറയുന്നത്. വലിയ വിഘാതമാണ്, ചെറിയ വിഘാതമൊന്നുമല്ല. വേൾഡ് ഇക്വാലിറ്റി ലാബിൻ്റെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ സമ്പത്തിൻ്റെ 40% കൈയടക്കി വെച്ചിരിക്കുന്നത് വെറും 1% മാത്രം വരുന്ന അതിസമ്പന്നരാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ കണക്ക് തെളിയിക്കുന്നത്. ഈ അതിസമ്പന്നരിൽ തന്നെ 88.40% വരേണ്യ വിഭാഗത്തിൽപ്പെട്ടവരാണ്.
ഓൾ ഇന്ത്യ ഡെപ്റ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സർവേ പ്രകാരം രാജ്യത്തെ ആകെ സമ്പത്തിൻ്റെ 55% ഈ വരേണ്യ വിഭാഗത്തിൻ്റെ കൈകളിലാണുള്ളത്. 10% വരുന്ന വരേണ്യ വിഭാഗങ്ങളാണ് രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ 70% കൈയടക്കി വെച്ചിരിക്കുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിലെ അതിദരിദ്രരുടെ 80% ആദിവാസികളും ദളിതരുമാണ് എന്ന് പട്ടിക തെളിയിക്കുന്നു. 2011 സാമൂഹിക സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിലെ 60% പട്ടികജാതിക്കാരും ഭൂരഹിതരാണ്. മാഷ് പറഞ്ഞ വിഷയത്തോടൊന്ന് കൂട്ടിച്ചേർത്ത് വായിച്ചു നോക്കണ്ട. 60% പട്ടികജാതിക്കാരും ഭൂരഹിതരാണ്. ഭൂമിയുള്ള 90%-നും കൈവശമുള്ളതാവട്ടെ നാമമാത്രം ഭൂമിയുമാണ്. കേരളത്തിൽ ഭൂപരിഷ്കരണം നടന്നു എന്ന് പറയുന്നു. പക്ഷേ ആ ഭൂപരിഷ്കരണത്തിൻ്റെ അനന്തരഫലം എന്താണെന്ന് ചോദിച്ചാൽ ദുഃഖകരമാണ്. കാരണം കൈകാര്യം നമുക്ക് ഭൂമി എപ്രകാരമായിരിക്കണം. കേരളത്തിലെ ആകട്ടെ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു സവിശേഷമായ സാഹചര്യം പരിശോധിക്കുമ്പോൾ മധ്യമ സവർണ ജാതിയിൽപ്പെട്ട ആളുകൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിനും കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനും ഒക്കെ സാധിച്ചത് എന്തുകൊണ്ടാണ്? ഭൂമിയുടെ അധികാരികളായിട്ട് ഈ മധ്യമ സവർണ ജാതി വിഭാഗങ്ങൾ വരികയും അത് കൈകാര്യം ചെയ്യുന്നതിനും അത് സമ്പത്തായിട്ട് പരിവർത്തനം ചെയ്യിക്കുന്നതിനും സ്ഥാപനങ്ങളായിട്ട് പരിവർത്തനം ചെയ്യുന്നതിനുമൊക്കെ ഭൂമി എന്ന് പറയുന്ന അധികാരത്തിലൂടെ, വിഭവാധികാരത്തിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിലെ ദളിതർക്ക് ഒരു വലിയ വിഘാതം എന്താണ്? ഭൂമി ഒരു സാമ്പത്തിക അധികാര കേന്ദ്രമായി മാറി തീർന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഒന്നാമത്തെ പ്രശ്നം, അവർ കോളനിവൽക്കരിക്കപ്പെട്ടു. ഭൂമി ഉണ്ടോ എന്ന് വെച്ചാൽ ഭൂമിയുണ്ട്, അത് 2-3 സെൻറ്റായിട്ട് ഒതുങ്ങുകയും അവർ കോളനിവൽക്കരിക്കപ്പെടുകയും ചെയ്തു. ആയിരക്കണക്കായ കോളനികളിലേക്ക് കേരളത്തിലെ ദളിതർ അടിച്ചമർത്തപ്പെട്ടു എന്നുള്ളതാണ്. നയരൂപീകരണം നടത്തുന്ന ഉന്നത പോസ്റ്റുകളിൽ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പ്രാതിനിധ്യം 5%-ൽ താഴെയാണ്. നമ്മൾ കേരളത്തിലെ മന്ത്രിസഭ തന്നെ പരിശോധിച്ചാൽ അറിയാം. കേരളത്തിലെ മന്ത്രിസഭയിൽ 11 പേര്, മന്ത്രിസഭ ഒരു 20 പേരാണെന്ന് നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ ആ 20 പേരിൽ 11 പേര് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. പട്ടികജാതിയിൽപ്പെട്ട ആൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരുമില്ല. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരൊറ്റ മന്ത്രി പോലും ഇല്ലാത്ത മന്ത്രിസഭയാണ് കേരളത്തെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതിൻ്റെ പ്രശ്നം വിപ്ലവം പറയുന്നവർക്ക് പോലും മനസ്സിലാകുന്നില്ല. അത് പറഞ്ഞാൽ സ്വത്വവാദമാകും. പിന്നെ നമ്മൾ സാമൂഹിക ഇടമെന്നൊക്കെയുള്ള പേര് സമദർശി അങ്ങ് മാറ്റേണ്ടി വരും. സമദർശിക്ക് നാളെ സ്വത്വവാദ ചാപ്പ ഉണ്ടാക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സംഘാടകരുടെ പുറത്തത് കുത്തും ഈ ആവശ്യം ഉന്നയിച്ചാൽ. പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം കേന്ദ്ര മന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും 87 സെക്രട്ടറിമാരിൽ SC/ST വിഭാഗത്തിൽ നിന്നും വെറും 4 സെക്രട്ടറിമാർ മാത്രമുള്ളത്. OBC-കളുടെ കാര്യം പറയണ്ട, 11 പേര്. UGC-യുടെ 2023 വാർഷിക റിപ്പോർട്ട് പ്രകാരം 45 സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ അധ്യാപകരുടെ കണക്കെടുക്കുമ്പോൾ പട്ടികജാതി അധ്യാപകരുടെ പ്രാതിനിധ്യം 11%-ൽ താഴെയാണ്. കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കോളേജുകളുടെ, സ്കൂളുകളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ 0.03% അധ്യാപകരുടെ പ്രാതിനിധ്യം, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പ്രാതിനിധ്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ. നമ്മൾ വിപ്ലവിച്ച് ഇനി എങ്ങോട്ട് പോകണമെന്നറിയാൻ വയ്യാത്ത അവസ്ഥയില്ല. പടവലങ്ങ പോലെ വളഞ്ഞ് മേളോട്ടാണ് പുരോഗമനം. അപ്പോൾ നമ്മുടെ പുരോഗമനം ഒരു കാപട്യം നിറഞ്ഞ പുരോഗമനമാണ്. വാചാടോപത്തിൽ പുരോഗമനം പറയുകയും നമ്മുടെ പ്രവൃത്തിയിൽ പുരോഗമന വിരുദ്ധരായി ജീവിക്കുകയും ചെയ്യുക. ആ ഒരു വൈരുദ്ധ്യത്തിനകത്താണ് മലയാളി ജീവിക്കുന്നത്. മലയാളി മൈക്ക് കെട്ടി പുരോഗമനം പ്രസംഗിക്കുകയും ഇലക്ഷൻ വരുമ്പോൾ വളരെ കൃത്യമായിട്ട് ഒരു പ്രദേശത്ത് നായരാണോ, നമ്പൂതിരിയാണോ, ഈഴവരാണോ, ക്രിസ്ത്യാനിയാണോ എന്ന് നോക്കി വളരെ കൃത്യമായിട്ട് ജാതി തിരിച്ച് മതം നോക്കി മാത്രം സ്ഥാനാർത്ഥി നിർത്തുകയും ചെയ്യും. അത് വിപ്ലവ പാർട്ടികളാണെങ്കിലും വിപ്ലവം കുറഞ്ഞ ആളുകളാണെങ്കിലും. അപ്പം നമുക്ക് സ്വത്വ പ്രശ്നമില്ല. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു ബഹുമാന്യനായ മന്ത്രി പറഞ്ഞത്, മലപ്പുറത്തേക്കും കാസർഗോട്ടേക്കും നോക്കിയാൽ അവിടെ ജയിച്ച സ്ഥാനാർത്ഥികളെ നോക്കിയാൽ ജാതിയും മതമൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാൻ കഴിയും എന്നാണ്. പക്ഷെ നമ്മൾ ആ മണ്ഡലത്തിൽ തന്നെ വിപ്ലവ കക്ഷികൾ നിർത്തിയ ആളുകളുടെ ജാതിയും മതവും അവർ തന്നെ പരിശോധിക്കണം, മറ്റ് മണ്ഡലങ്ങളിലെയും പരിശോധിക്കണം. അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. നമ്മളൊരു തമാശ പറയുമല്ലോ, ഞാനിട്ടാൽ പാൻസ്, വേറൊരാളിട്ടാൽ ബർമൂഡ. ഇതാണ്, ഈ ന്യായീകരണമാണ്.
ഈ ന്യായീകരണം ശരിയാവുകയില്ല. നമ്മൾ പറയുമ്പോൾ എല്ലാം ഒരേ ലോജിക്കിലായിരിക്കണമല്ലോ കാര്യങ്ങൾ കാണേണ്ടത്. ഇതിൽ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് തസ്തിക എടുത്ത് പരിശോധിക്കാം. ഈ അഡ്മിനിസ്ട്രേറ്റീവ് തസ്തിക കൊച്ചിൻ ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, ആ ദേവസ്വം ബോർഡിലെ അഡ്മിനിസ്ട്രേറ്റീവ് തസ്തികകളും അധ്യാപക തസ്തികകളും എല്ലാം പരിശോധിച്ചാൽ മൃഗീയമായ രീതിയിലുള്ള വരേണ്യ മേധാവിത്വം ആ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ നിലനിൽക്കുന്നതായിട്ട് കാണാം. ഡോക്ടർ BR അംബേദ്കർ പാകിസ്ഥാൻ ഓർ ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഇന്ത്യക്ക് വേണ്ടി ഒരു സൈന്യത്തെ നിർമ്മിച്ചെടുക്കുമ്പോൾ ആ സൈന്യത്തിൽ ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്ന് മാത്രമാണ് നിങ്ങൾ സൈന്യത്തെ സൃഷ്ടിച്ചെടുക്കുന്നതെങ്കിൽ ആ സൈന്യം ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കും. അതുകൊണ്ട് സൈന്യത്തെ സൃഷ്ടിക്കുമ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്ന് മാത്രം സൈന്യത്തെ സൃഷ്ടിക്കരുത്. ഇന്ത്യയിലെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം ഉണ്ടായിരിക്കണം ഇന്ത്യൻ സൈന്യത്തിന് എന്ന് ഡോക്ടർ BR അംബേദ്കർ പാകിസ്ഥാൻ ഓർ ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യയിൽ പറയുന്നുണ്ട്. അംബേദ്കർ പറഞ്ഞ ഈ പ്രാതിനിധ്യ പ്രശ്നം സൈന്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ ജനാധിപത്യ സ്ഥാപനങ്ങൾക്കും ബാധകമാണ്. അപ്പോൾ ജനാധിപത്യം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് സമസ്ത മേഖലകളിലും അത്തരമൊരു ജനാധിപത്യം വേണം. നിർഭാഗ്യവശാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷങ്ങളായിട്ടും ഇത്തരമൊരു പ്രാതിനിധ്യ ജനാധിപത്യത്തിൻ്റെ അടുത്ത് പോലും എത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. UGCയുടെ 2023 വാർഷിക റിപ്പോർട്ട് പ്രകാരം തന്നെ ഞാനിത് ഉപയോഗിക്കുന്ന കണക്കുകളിൽ പലതും ദ റൂട്ട്സിൻ്റെ എഡിറ്ററായിട്ടുള്ള K. സന്തോഷ് കുമാർ, PV ജിജീഷ്, അതുപോലെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ 2.0 ഇവരുടെയൊക്കെ പഠനങ്ങളെ ആസ്പദമാക്കിയാണ്. ഇതിൽ തന്നെ പ്രൊഫസർമാരുടെ അസോസിയേറ്റ് പ്രൊഫസർമാരുടെയും പ്രാതിനിധ്യം 7-8%. പ്രൊഫസർ അങ്കുൽ പലിവാളിൻ്റെ പഠനം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സർവകലാശാലകളിലെ 93% തസ്തികകളിലും ഇന്ത്യയിലെ വരേണ്യ വിഭാഗങ്ങൾ ഒരു കുത്തകയാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. മാനവവിഭവശേഷി മന്ത്രാലയം പാർലമെൻറ്റിൽ വെച്ച കണക്ക് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ IITകളിലെ 90% തസ്തികകളിലും വരേണ്യ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് എന്നുള്ളതാണ്. 2010 മുതൽ 2019 വരെ സുപ്രീം കോടതിയിൽ ആകെ ജഡ്ജിമാർ 110, SC വിഭാഗത്തിൽ നിന്ന് 2 ജഡ്ജിമാർ, ST വിഭാഗത്തിൽ നിന്ന് 1 ഭാഗ്യം. അപ്പോഴാണ് ഇന്ത്യക്ക് സത്യത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ചത്. കുറച്ചെങ്കിലും അപ്പോൾ സ്വാതന്ത്ര്യം ലഭിക്കാൻ തുടങ്ങി. 2020 അതുകൊണ്ടാണ് ഡോക്ടർ BR അംബേദ്കർ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയപ്പോൾ അദ്ദേഹം വളരെയധികം ദുഃഖിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ ഭരണം ചെന്ന് ചേരാൻ പോകുന്നത് ന്യൂനപക്ഷമായ ഇന്ത്യയിലെ സവർണരിലേക്കായിരിക്കുമെന്ന് ഡോക്ടർ BR അംബേദ്കർ അറിയാമായിരുന്നു. അതുകൊണ്ട് ഗാന്ധി എപ്പോഴും സ്വരാജ് എന്ന് പറയുമ്പോൾ അംബേദ്കർ ഗാന്ധിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, നിങ്ങൾ പറയുന്ന സ്വരാജ് സവർണറുടെ സ്വരാജ, ഞങ്ങളുടെ സ്വരാജിനെ പറ്റി അല്ല പറയുന്നത് എന്ന് ഡോക്ടർ BR അംബേദ്കർ ഗാന്ധിയുടെ മുഖത്ത് നോക്കി പറഞ്ഞിരുന്നു. ഈ പ്രശ്നം, ഈ സ്വരാജ് പ്രശ്നം ഇപ്പോഴും തുടരുക. ആരുടെയാണ് ഈ സ്വരാജ്യം? ഈ സ്വരാജ്യം ഇന്ത്യയിലെ ദളിതരുടെയും ആദിവാസികളുടെയും അല്ല എന്നുള്ളതാണ്. അല്ല. നമ്മൾ ഗാന്ധിയെ കുറച്ച് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോഴാണ് ഈ ഒരു പ്രാതിനിധ്യ പ്രശ്നത്തിന് എക്കാലവും ഗാന്ധി എതിരായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേക പ്രാതിനിധ്യം ബ്രിട്ടീഷുകാർ അനുവദിച്ചപ്പോൾ ആ പ്രാതിനിധ്യത്തിനെതിരായി നിരാഹാരമിരുന്ന ഒരാളുടെ പേര് കൂടിയാണ് ഗാന്ധി. നമ്മൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ ഈ കാര്യം കൂടെ പറയാതെ പോകരുതല്ലോ. ഇതിന് എതിരായിട്ട് നിന്ന ആളാണ് അദ്ദേഹം. നിരാഹാരം, മരിക്കാൻ വരെ തയ്യാറായി. അപ്പോൾ അംബേദ്കർ പറയുന്നുണ്ട്, ഇതുപോലെ മരിക്കാൻ തയ്യാറായ മറ്റൊരവസരം ഗാന്ധിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞ ന്യായം ദളിതർ ഹിന്ദുമതത്തിൽ നിന്ന് വിട്ടുപോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ കടുങ്കൈക്ക് അദ്ദേഹം തയ്യാറായത്. ചുരുക്കത്തിൽ ഇന്ന് ഹിന്ദുത്വവാദം അതൊരു സാംസ്കാരിക പ്രത്യയശാസ്ത്രമായി മാത്രമല്ല, ഒരു ഭരണകൂട അധികാര വ്യവസ്ഥയാക്കി നിലനിർത്തിയതിൽ ഇത്തരം നിരാഹാര സമരങ്ങൾക്ക് പങ്കില്ല എന്ന് പറയുവാൻ കഴിയില്ല. കാരണം ദളിതർ പ്രത്യേക വിഭാഗമായി തന്നെ ഇന്ത്യയിൽ നിലനിന്നിരുന്നുവെങ്കിൽ ഹിന്ദുത്വത്തിന് ഒരു രാഷ്ട്രീയ അധികാരം പിന്നീട് പടുത്തുയർത്തുവാൻ ഒരു വിഘാതം സൃഷ്ടിക്കപ്പെടുമായിരുന്നു. പക്ഷേ ഇന്ത്യയിലെ ദളിതരെ
ഹിന്ദു ബ്രാഹ്മണ മതത്തിൻ്റെ അടിമയാക്കുന്നതിലൂടെ ഇന്ത്യയിൽ ഹിന്ദുത്വത്തിന് വളരെ വലിയ ശക്തമായ മുന്നോട്ട് പോക്കിന് ഇടവരുത്തി എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ഇപ്പോൾ കാണുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ UGCയുടെ തുല്യതാ നിയമം നമ്മുടെ മുമ്പിലുണ്ട്. ആ തുല്യതാ നിയമം UGC പാസ്സാക്കിയതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് രോഹിത് വെമുലയുടെ മാതാവും പായത്തത്വിയുടെ രക്ഷിതാവും കൂടി സുപ്രീം കോടതിയെ സമീപിച്ചതിൻ്റെ ഫലമായിട്ടാണ് UGC എന്ത് കൊണ്ടുവന്നൊരു തുല്യതാ നിയമം കൊണ്ടുവന്നത്. സുഖദേവ് തൊറാട്ടിനെ പോലെയുള്ളവർ ആ തുല്യതാ നിയമത്തിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ആ പ്രശ്നങ്ങളൊക്കെ ഇരിക്കെ തന്നെയാണ് ഈ തുല്യതാ നിയമത്തിനെതിരെ ബ്രാഹ്മണരുടെ സംഘടനകൾ, വൈശ്യ സംഘടനകളൊക്കെ തന്നെ വലിയ പ്രക്ഷോഭം ഉയർത്തി. ഡൽഹിയിൽ നടന്ന സമരത്തിൽ ചില വിദ്യാർത്ഥികൾ ഉയർത്തിയത് ബ്രാഹ്മണവാദ് സിന്ദാബാദ് എന്നാണ്. കേരളത്തിലെ ഇന്ത്യയിലെയോ ദളിതരാരെങ്കിലും അങ്ങനൊരു മുദ്രാവാക്യം വിളിച്ചാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സ്വത്വവാദ ചാപ്പ ചൂടാറാതെ വെച്ചിട്ടുണ്ട്, അത് നെഞ്ചത്തോട്ട് കുത്തിത്തരും. ബ്രാഹ്മണരാണെങ്കിൽ പ്രശ്നമില്ല. അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ ശബരിമലയിലെ കട്ടളപ്പാടി ഇനി ശ്രീകോവിൽ തന്നെ അടിച്ചുകൊണ്ട് പോയാലും ഞങ്ങൾ അയ്യപ്പ ജ്യോതി തെളിയിച്ച് തന്ത്രിയെ രക്ഷിക്കുമെന്നാണ്. ഇതാണ് ബ്രാഹ്മണരോടും മറ്റുള്ളവരോടുമുള്ള നമ്മുടെ സമീപനത്തിൻ്റെ ഒരു പ്രശ്നമാണ്. മൊത്തം അടിച്ചുകൊണ്ട് പോയാലും പ്രശ്നമില്ലെന്നാണ്. ബിന്ദു എന്ന് പറയുന്ന ദളിത് സ്ത്രീ ഒരു കുറ്റവും ചെയ്തില്ല. അവർ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് പോയി ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോൾ കക്കൂസി പോയി വെള്ളം കോരി കുടിക്കാൻ പറഞ്ഞു. പോറ്റി വെള്ളം ചോദിച്ചപ്പോൾ സംഭാരം വാങ്ങിക്കാൻ ഓടുക കേരള പോലീസ്. വളരെ വിചിത്രമായ മാനസികാവസ്ഥയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഒരു പ്രസ്താവന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത് തന്ത്രി വലിയ കഷ്ടത അനുഭവിച്ചു ജയിലിലെന്നാണ്. പിന്നെ ജയിലെന്താ സുഖവാസ കേന്ദ്ര? ജയിലിൽ നമ്മൾ ടൂറിന് പോകുന്നതല്ലല്ലോ. പക്ഷേ ഈ ബിന്ദു അനുഭവിച്ച കഷ്ടപ്പാടുകളെ പറ്റി കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ, ഇന്ത്യയിലെ പോലീസ് സ്റ്റേഷനുകളിലൊക്കെ തന്നെ ഇന്ത്യയിലെ ദളിതരും ആദിവാസികളും അനുഭവിക്കുന്ന പീഡനത്തെപ്പറ്റി, തന്ത്രി അനുഭവിക്കുന്ന ദുഃഖത്തെപ്പറ്റി പരിതപിക്കുന്നവർ ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ എന്താണ് പറഞ്ഞുകൊണ്ടെന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യയിലെ ദളിതർക്കൊരു സാമൂഹ്യം ഇടമുണ്ടോ എന്ന് ചോദിച്ചാൽ അത്തരമൊരു സാമൂഹ്യം ഇടമില്ല എന്നുള്ളതാണ്. സാമൂഹ്യം ഇടമില്ല. കാരണം നമ്മളുടെ ഇന്ത്യൻ ദേശീയത സൃഷ്ടിച്ച ദേശീയതാ സങ്കല്പം തന്നെ എന്തായിരുന്നു? അത് ഇന്ത്യയിലെ ദളിതരുടെയും ആദിവാസികളുടെയും സാമൂഹ്യ ഇടത്തെ നിരസിക്കുന്നവയായിരുന്നു. ദളിതരുടെയും ആദിവാസികളുടെയും സാമൂഹ്യ ഇടത്തെ നിരസിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യ സങ്കല്പത്തെ തന്നെ സമ്പൂർണ്ണമായിട്ട് നിരസിക്കുക എന്നുള്ളത്. അല്ല ദളിതർക്കും ആദിവാസികൾക്കും സവിശേഷമായ അധികാരം കൊടുക്കുക എന്നുള്ളതല്ല. മറിച്ച് ഇന്ത്യക്ക് എന്തില്ല? ഇന്ത്യക്കൊരു ജനാധിപത്യ ഇടമില്ലാത്ത രീതിയിലായിരുന്നു ഇന്ത്യയുടെ ദേശീയതാ സങ്കല്പം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ രാമരാജ്യം എന്ന് പറയുന്ന സങ്കല്പം. ആ രാമരാജ്യം എന്ന് പറയുന്ന സങ്കല്പം അവതരിപ്പിക്കപ്പെട്ടതിലൂടെ തന്നെ എന്ത് സംഭവിച്ചു? ഇന്ത്യയിലെ ദളിതരുടെയും ആദിവാസികളുടെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും മുസ്ലിങ്ങളുടെയും സാമൂഹ്യ അസ്തിത്വത്തെ തന്നെ രാമരാജ്യ സങ്കല്പം കൊണ്ട് നിരസിക്കുകയാണ് ചെയ്തത്. രാമരാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലെ ദളിതർക്ക്, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക്, ഇന്ത്യയിലെ പിന്നോക്കക്കാർക്ക് എന്ത് സങ്കല്പമുള്ളത്? ഇപ്പോൾ ഗാന്ധി എൻ്റെ രാമൻ അയോധ്യയുടെ പുത്രനല്ല, എൻ്റെ രാമൻ കൈകേയിയുടെ കൗസല്യയുടെ പുത്രനല്ല, എൻ്റെ സത്യബോധത്തിൻ്റെ പേരാണെന്നൊക്കെ ഗാന്ധിക്ക് ഒറ്റയ്ക്കിരുന്ന് പറയാം. അത് ഒരാളുടെ ഒരു വ്യക്തിപരമായ ആധ്യാത്മിക അനുഭൂതിയാണെന്ന് പറയാം. പക്ഷെ ആധ്യാത്മിക അനുഭൂതി എന്തല്ല? ഒരു സാമൂഹ്യ അനുഭൂതി അല്ലാത്തിടത്തോളം കാലം നിങ്ങൾ രാമൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എന്തെങ്കിലും ഫലമുണ്ടോ? ഒരു ഫലവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ ദേശീയതാ സങ്കല്പം സൃഷ്ടിച്ച രാമരാജ്യ ഭാവനകൾ ഇന്ത്യയിലെ ദളിതരുടെ മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെയും തലയ്ക്ക് അടിച്ച വലിയ ആണിയാണ്. ആ ആണി ഇപ്പോഴും ഊരാൻ പറ്റിയിട്ടില്ല. നമ്മൾ കൂടുതൽ താഴ്ത്തിക്കൊണ്ടിരിക്കുക ആണി. പക്ഷേ ആ രാമരാജ്യ ഭാവനകളെ നിരസിച്ച ഒരു സാമൂഹ്യ ഭാവന കേരളത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ കേരളത്തിൽ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ പ്രസംഗിക്കാൻ വന്നപ്പോൾ അദ്ദേഹം മാളവ്യ ആവശ്യപ്പെട്ടു, നിങ്ങളെല്ലാവരും രാമനാമം ജപിക്കണം. ഈഴവരോടുള്ള ഉദ്ബോധനം, നിങ്ങളെല്ലാവരും രാമനാമം ജപിക്കണം. കാരണം അതുവരെ കേരളത്തിലെ ഈഴവർ രാമനാമം ജപിച്ച പാരമ്പര്യം ഇല്ല. റെഡ്ഡിയാർ ആൻഡ് സൺസാണ് ഈ രാമനാമമൊക്കെ കേരളത്തിൽ ഇത്രയധികം പ്രചരിപ്പിച്ചത്. സത്യത്തിൽ കേരളത്തിലെ ആളുകൾ രാമായണം പഠിച്ചത്, രാമായണ കഥ കേട്ടു പഠിച്ചത് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം വായിച്ചിട്ടില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കേരളത്തിലെ ചില സാംസ്കാരിക ചരിത്രകാരന്മാർ പ്രസരിപ്പിക്കുന്നുണ്ട്. അതൊരു ചരിത്രമല്ല.
കേരളത്തിലെ അധകൃതരാക്കപ്പെട്ട ജനവിഭാഗങ്ങൾ ഈ രാമനാമ കീർത്തനത്തിലൂടെയാണ് ഈ രാമായണ കഥ സ്വാംശീകരിക്കാൻ തുടങ്ങിയത്. കാരണം റെഡ്ഡിയാർ ആൻഡ് സൺസ് നാമസങ്കീർത്തനങ്ങൾ പ്രചരിപ്പിച്ചു. ധാരാളം സന്ധ്യാപുസ്തകങ്ങൾ അവർ അടിച്ചിറക്കി, ഉത്സവപ്പറമ്പുകളിലൂടെ വിറ്റഴിച്ചു. ആ റെഡ്ഡിയാർ ആൻഡ് സൺസ് അടിച്ചിറക്കിയ രാമനാമ സങ്കീർത്തനങ്ങളിലൂടെയാണ് ഇത് വളരെയധികം ആഴത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടത്. അങ്ങനെ രാമരാജ്യ സങ്കല്പം ഒരു സാമൂഹ്യ ഭാവനയായിട്ട് മാറിത്തീർന്നു എന്നുള്ളതാണ്. നമ്മൾ അടുത്ത കാലത്തെ ഒരു ചരിത്രത്തിലേക്ക് വന്നാൽ വേടൻ്റെ പാട്ടുകൾ വലിയ രീതിയിൽ ഒരു സാമൂഹ്യമായ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. വിപ്ലവാത്മകമായ ഒരു മാനസിക പരിവർത്തനം സൃഷ്ടിച്ചിട്ടുണ്ട് വേടൻ്റെ പാട്ടുകൾ. പക്ഷേ നമ്മൾ അടുത്ത കാലത്ത് കേരളത്തിലെ ഒരു സാമൂഹ്യ അവസ്ഥ പരിശോധിച്ചാൽ അറിയാം, വേടൻ്റെ പാട്ട് വരുന്നതോടുകൂടി നന്ദഗോവിന്ദം ഭജൻസ് വലിയ രീതിയിൽ കേരളത്തിൽ ഇപ്പോൾ വ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് നന്ദഗോവിന്ദം ഭജൻസ് കേൾക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ എത്തുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ രേഖപ്പെടുത്തിയ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പാട്ട് കേൾക്കുവാൻ കമ്മ്യൂണിസ്റ്റുകാരുൾപ്പെടെ അമ്പലപ്പറമ്പുകളിലേക്ക് ചെല്ലുകയാണെന്നാണ് ഗോപാലകൃഷ്ണൻ്റെ അവകാശവാദം. എന്തായാലും അവകാശവാദം തൽക്കാലം പരിശോധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാർ ചെല്ലുന്നുണ്ടോ എന്നുള്ള കാര്യം അവരും പരിശോധിക്കണം, ബാക്കിയുള്ള കാര്യം ഇവരും പരിശോധിക്കണം. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പാണനല്ല, പറയാനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല എന്ന് പറയുന്ന ഒരിടത്ത് നിന്നും നന്ദഗോവിന്ദം ഭജൻസ് ചെയ്യുന്നൊരു കാര്യം എന്താണ്? ഒരു വിപ്ലവാത്മകമായ വിമോചനാത്മകമായ ഒരു രാഷ്ട്രീയ ഭാവന സൃഷ്ടിക്കപ്പെടുമ്പോൾ ആ രാഷ്ട്രീയ ഭാവനകൾക്കെതിരായ വേറൊരു മൂല്യം കൊണ്ടുവന്ന്, ഫ്യൂഡൽ നാടുവാഴിത്ത അടിമത്ത മൂല്യം കൊണ്ടുവന്ന് ഈ വിമോചനാത്മകമായ രാഷ്ട്രീയ ഭാവനകളെ പ്രതിരോധിക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. തിരുവനന്തപുരത്ത് നന്ദഗോവിന്ദം ഭജൻസ് നടത്തിയ ഭജനയിൽ അവർ പ്രധാനമായിട്ടും പാടിയ ഒരു പാട്ട്, വഞ്ചി ഭൂമി വതേ ചിരം സഞ്ചിതാഭം ജയിക്കണം, ദേവദേവൻ ഭവാനെന്നും ദേഹസൗഖ്യം വളർത്തേണം, ത്വൽചരിതമെങ്ങും ഭൂമു വിസ്തൃതമായി വിളങ്ങേണം, വഞ്ചി ഭൂമി പതേ ചിരം മാലകറ്റി ചിരം പ്രജാപാലനം ചെയ്തരുളേണം. എനിക്ക് എൻ്റെ ഓർമ്മയനുസരിച്ച് ഒരു 36-38 തോന്നുന്നു. ഈ തിരുവിതാംകൂർ രാജഭരണത്തിനെതിരായി സാധാരണക്കാർ ഒരു വിപ്ലവം ഉണ്ടായി വന്നപ്പോൾ സർ CP-യുടെ നേതൃത്വത്തിൽ ഈ പാട്ട് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും പൊതുസ്ഥാപനങ്ങളിലും പാടാൻ CP രാമസ്വാമി അയ്യർ നിർദ്ദേശം നൽകുകയുണ്ടായി. സമാനമായിട്ടാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഹിന്ദുത്വ ശക്തികൾക്കെതിരായിട്ടുള്ള ഒരു വിമോചനാത്മകമായ ഒരു രാഷ്ട്രീയ ജനസഞ്ചയം നിലനിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോഴാണ് വേണ്ട വന്ദേമാതരവുമായിട്ട് രംഗപ്രവേശം ചെയ്തിരിക്കുക. ഇന്നലെ വരെ ആദ്യത്തെ 4 പാദം പാടിയാൽ മതിയായിരുന്നു, ഇപ്പോൾ അത് പോരാ. ഇപ്പോൾ ദുർഗയുടെ പാട്ടും കൂടെ ചേർത്ത് പാടണം. അപ്പോൾ ആദ്യത്തെ 4 വരിയിൽ അല്ലെ 8 വരിയിൽ എന്ത് മാത്രമേ ഉള്ളൂ? ഇന്ത്യയുടെ ഒരു പ്രകൃതി രമണീയത വർണ്ണിക്കുന്ന, ഇന്ത്യയുടെ ഒരു വൈവിധ്യം വർണ്ണിക്കുന്ന ഭാഗമാണ് ആദ്യത്തെ 4 വരിയിലുള്ളതെങ്കിൽ പിന്നീട് ബംഗാളിനെ സംബന്ധിച്ച കാളിയാരാധനയുടെയും ദുർഗാരാധനയുടെയും ചരിത്രമാണ് നമ്മൾ ഇതിൽ കാണുന്നത്, പിന്നീടുള്ള വരികളിൽ കാണുന്നത്. ഈ ദുർഗയും മഹിഷാസുരമർദ്ദിനിയും ഒക്കെ എന്താണ് ചെയ്തതെന്ന് പരിശോധിക്കുമ്പോഴാണ് ഹിംസാത്മകമായ രാഷ്ട്രീയ ഭാവനയുടെ അർത്ഥം നമുക്ക് ബോധ്യമാവുക. എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ ഒരു സമ്പൂർണമായ ഹൈന്ദവ രാഷ്ട്രമാക്കി മാറ്റിയെടുക്കുക. അപ്പോൾ ഒരു ചോദ്യം പ്രധാനമായിട്ട് ഉന്നയിക്കപ്പെടും, വേണ്ട ഹിന്ദുക്കളെ വിമർശിക്കുന്നേ ഇങ്ങനൊരു തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആരാണ് ഇന്ത്യയിലെ ഹിന്ദുക്കൾ? ഇന്ത്യയിലെ ഹിന്ദുക്കൾ എന്ന് പൊതുവെ പറഞ്ഞാൽ അത് സവർണർ മാത്രമാണ്. ബാക്കിയുള്ളവർ ഹിന്ദുക്കളാണെന്ന് പറഞ്ഞ് നടക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് അവർക്ക് അധികാരവും ഇല്ല, വിഭവവും ഇല്ല, ഒരു ചുക്കും ഇല്ല, ഒരു ചുണ്ണാമ്പും ഇല്ല, ഒന്നുമില്ല. വെറുതെ ഇങ്ങനെ ഹിന്ദു എന്ന് പറഞ്ഞ് ലേബലൊട്ടിച്ച് തെക്ക് വടക്ക് നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അമ്പലത്തിൽ ഒരു കമ്മിറ്റിക്കാരൻ പോലും ആക്കുകയില്ല. ഇപ്പോൾ തൃശ്ശൂരാണല്ലോ ഇരിക്കുന്നത്. തൃശ്ശൂർ പൂരത്തിൻ്റെ കമ്മിറ്റികളും ക്ഷേത്ര കമ്മിറ്റിയും പരിശോധിച്ചാൽ തന്നെ തൃശ്ശൂരിൻ്റെ വിപ്ലവം അറിയണമെങ്കിൽ നമ്മൾ വേറെ എങ്ങും പോകണ്ട. തൃശ്ശൂരിലെ വ്യത്യസ്ത ക്ഷേത്രങ്ങളിലെ അമ്പല കമ്മിറ്റി എടുത്ത് പരിശോധിച്ച വിപ്ലവം നമുക്ക് ബോധ്യപ്പെടും. ഇത്രയേ ഉള്ളൂ നമ്മുടെ വിപ്ലവം. അതുകൊണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുന്നത് നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതൊരു സ്വാഭാവിക പരിണതിയായിട്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഈ കാര്യം നമ്മൾ കാണാതെ പോകരുത് എന്നുള്ളതാണ്. ഇപ്പോൾ ചുരുക്കത്തിൽ
വേടൻ മുന്നോട്ട് വച്ച ചില സാമൂഹ്യമായ വിമോചനാത്മകമായ പാട്ടിനെതിരെയാണ് ഇപ്പോൾ ഈ ഭജനയുമായിട്ട് രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. ആ ഭജന അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചിന്താവിഷ്ടയായ, ഞാൻ ആ സിനിമയുടെ പേര് മറന്നുപോയി, ശ്യാമള, ചിന്താവിഷ്ടയായ ശ്യാമളയിലെ ശ്രീനിവാസൻ്റെ അവസ്ഥയിലാണ് കേരള സമൂഹം ഇപ്പോൾ ഉള്ളത്. ഈ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ അങ്ങനെ ആ ഒരു കഥാപാത്രത്തിൻ്റെ അവസ്ഥയിലേക്ക് കേരളീയരെ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഭജനയുടെ എല്ലാ ലക്ഷ്യം. ഈ ഭജന അടിസ്ഥാനപരമായി ചെയ്യുന്നത് എന്താണ്? പ്രദീപൻ പാമ്പുരിക്കുന്ന് നിരീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുന്ന എന്തോ വലിയ വിപ്ലവമാണെന്നാണ് നമ്മളിപ്പോഴും വിചാരിച്ചിട്ടുള്ളത്. പ്രദീപൻ മാഷ് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇന്ത്യയിലെ മഹർഷിമാരെല്ലാം കണ്ണടച്ചിരുന്നിട്ട് ഒരു മുട്ടുസൂചിയെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് പ്രദീപൻ മാഷ് ചോദിക്കുന്നുണ്ട്. ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോഴും കണ്ണടച്ചിരിക്കുന്നതാണ് വലിയ വിപ്ലവം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അനന്തര ഫലമായിട്ടാണ് ഈ നിരീക്ഷണത്തിൻ്റെ തുടർച്ചയിൽ നമ്മൾ ചില കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത് ഈ തിരുനാവായിൽ നടന്ന മാമാങ്കവുമായി ബന്ധപ്പെട്ടാണ്. ഇതെല്ലാം വിശദീകരിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ ഇതിൻ്റെ അവസാനത്തിൽ പറയാം. തിരുനാവായിൽ വലിയ മാമാങ്കം നടന്നു. ആനന്ദവനം ഭാരതിയുടെ നേതൃത്വത്തിലാണ് ഈ മാമാങ്ക വിപ്ലവം അരങ്ങേറിയത്. എന്താണ് മാമാങ്കത്തിൽ നടന്നത്? കേരളത്തിൽ ഇങ്ങനെ ഈ കുംഭമേള നടന്നതിൻ്റെ ചരിത്രമുണ്ടോ? കുംഭമേള നടന്നതിൻ്റെ ചരിത്രം കേരളത്തിലില്ല. ശബരിമല തീർത്ഥാടകരെല്ലാവരും വന്ന് കുളിക്കുന്ന പമ്പയിൽ പോലും ഇത്തരം മേളകളൊന്നും തന്നെ നടക്കാറില്ല. നിള അത് തിരഞ്ഞെടുത്തതിന് പാരിസ്ഥിതികവും സാമൂഹികവുമായിട്ടുള്ള ചില പ്രാധാന്യങ്ങളൊക്കെ ഉണ്ട്, അതവിടെ ഇരിക്കട്ടെ. പക്ഷേ ഇത്തരം ഒരു നദീസ്നാനത്തിന്, നദിക്ക് തീർത്ഥത്തിൻ്റെ പ്രാധാന്യം കൊടുത്ത് അവിടെ മുങ്ങിക്കുളിച്ച് പാപം പോകുമെന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ കേരളീയർ അത്യഗാധമായി വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബലിയിടാനൊക്കെ പോകുമെങ്കിലും ഗയയെ പോലെ വാരണാസിയെ പോലെയുള്ള തീർത്ഥാടന സങ്കല്പങ്ങൾ കേരളത്തിലെ നദികൾക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രധാനപ്പെട്ട പുരാണങ്ങളിലോ ഒന്നും തന്നെ പരിശോധിച്ച കേരളത്തിലെ നദികളൊന്നും തന്നെ ഈ പുരാണങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പൗരാണിക സാഹിത്യങ്ങൾ പോലും പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ചുരുക്കത്തിൽ എന്തിനാണ് ഇത്തരം ബ്രാഹ്മണികമായ മൂല്യങ്ങളും സാമൂഹിക ഭാവനകളും കെട്ടിയിറക്കുന്നത് എന്ന് ചോദിച്ചാൽ, അതിലൂടെ അടിസ്ഥാനപരമായിട്ട് ഇന്ത്യയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ അവകാശങ്ങളെ സംബന്ധിച്ച്, അവരുടെ ജനാധിപത്യപരമായിട്ടുള്ള ഇടങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളെ എന്നേക്കുമായി അടച്ചു കളയുക എന്നുള്ളതും, ആളുകളെയെല്ലാം തന്നെ ഹിന്ദു എന്ന് പറയുന്ന ഒരു ഏകാത്മക സ്വത്വത്തിലേക്ക് കൂട്ടിയിണക്കിക്കൊണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ രാഷ്ട്രീയ സംഘാടനത്തെ അസ്ഥിരപ്പെടുത്തുകയും പട്ടികജാതി പട്ടികവർഗം എന്ന് പറയുന്നൊരു വിഭാഗം ഇല്ല എന്നും അടിസ്ഥാനപരമായി ഹിന്ദു മാത്രമേ ഉള്ളൂ എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ നമ്മൾ ചരിത്രത്തിലും വർത്തമാനത്തിലും കാണുന്ന എന്താണ്? കഠിനമായ അയിത്തവും തൊട്ടുകൂടായ്മയും വർത്തമാനകാല കേരളത്തിലും തുടരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ തൃശ്ശൂരിലാണല്ലോ ഇരിക്കുന്നത്. കൂടൽമാണിക്യം എന്ന് പറയുന്ന ക്ഷേത്രം ഈ തൃശ്ശൂരാണുള്ളത്. ഈഴവനായ ഒരു കഴവക്കാരന് പോലും തൃശ്ശൂർ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജോലി ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോൾ നിയമനം ലഭിച്ച ആ പയ്യൻ പറയുന്നത്, ജോലിക്ക് പ്രവേശിച്ച ആദ്യത്തെ ഏതാനും ദിവസങ്ങൾ ബ്രാഹ്മണരിൽ നിന്ന് കടുത്ത അസ്പൃശ്യത അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അപ്പോൾ കേരളത്തിൽ ഇപ്പോഴും അയിത്തവും തൊട്ടുകൂടായ്മയൊക്കെ നിലനിൽക്കുന്നുണ്ട്. നമ്മളതൊക്കെ മാഞ്ഞുപോയെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അതൊക്കെ മറ്റു രൂപങ്ങളിലും മറ്റു പല ഭാവങ്ങളിലും ഒക്കെ കേരളത്തിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ട്. അത് ഞാൻ ആദ്യം വിശദീകരിച്ചതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ മാത്രമല്ല, കേരളത്തിൽ 50-ലധികം പൊതുമേഖലാ ആസൂത്രണ സാമ്പത്തികാര്യ വകുപ്പിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിൽ 50-ലധികം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം വട്ടപൂജ്യമാണെന്നാണ് ആസൂത്രണ സാമ്പത്തികാര്യ വകുപ്പിൻ്റെ കണക്ക് സൂചിപ്പിക്കുന്നത്. ഇതെല്ലാം തന്നെ നമുക്ക് കണക്ക് ലഭ്യമാകുന്ന സ്ഥലത്തെ കാര്യമാണ് പറയുന്നത്. സ്വകാര്യ മേഖലകളിൽ എവിടെങ്കിലും നമുക്ക് ദളിതരെ കാണാൻ കഴിയുമോ? മാധ്യമങ്ങളിൽ കാണാൻ കഴിയുമോ? ഇല്ല, കാണാനേ കഴിയില്ല. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഇനി ആരെങ്കിലും പോയാലോ? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം മാധ്യമം പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു PK ബാലകൃഷ്ണൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. PK ബാലകൃഷ്ണനെ പറ്റി പിൽക്കാലത്ത് പ്രചരിപ്പിച്ചത് PK ബാലകൃഷ്ണനെ വിലക്കെടുത്തതാണ്.
അപ്പോൾ ദളിതരാരെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിം മാനേജ്മെൻറ്റ് പത്രത്തിൽ പോയാൽ അവരെ എല്ലാം ഇങ്ങനെ വിലക്കെടുക്കുക. ഇപ്പോൾ പുതിയൊരു ചാനൽ കേരളത്തിൽ തുടങ്ങാൻ പോകുന്നു. കേരളത്തിലെ മറ്റു ചാനലുകളിൽ നിന്ന് ആളുകൾ പലരും അങ്ങോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ പോകുന്നതിൻ്റെ പേരെന്താ? വിലക്കെടുക്കലല്ലേ? അത് ഞാൻ ആദ്യം പറഞ്ഞത്. ഞങ്ങളിട്ടാൽ പാൻസ, നിങ്ങളിട്ടാൽ ബെർമൂഡ, ഇതാ അവസ്ഥ. അതും വിലക്കെടുക്കൽ തന്നെ, അതും വിലക്കെടുക്കൽ തന്നെയാണ്, ഒരു സംശയവും ഇല്ല. പക്ഷെ അത് നമ്മൾ മിണ്ടുകയല്ല. അതിനെപ്പറ്റി നമ്മൾ കമാന്നൊരക്ഷരം മിണ്ടാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കും. ഈ ഒരു എന്താണ് പറയുന്നത്, ഇങ്ങനത്തെ ഒരു കപടമായ മനോഭാവം പുരോഗമനത്തിൻ്റെ ഉടയാടയ്ക്കുള്ളിൽ കൊണ്ടു നടക്കുന്നവരാണ് മലയാളികൾ എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ ദേശീയ ഭാവനകൾ, ഹൈന്ദവ ബ്രാഹ്മണിക മൂല്യങ്ങളൊക്കെ തന്നെ സമ്പൂർണമായിട്ടും കേരളത്തിലെ, ഇന്ത്യയിലെ ദളിതരുടെയും ആദിവാസികളുടെയും സാമൂഹ്യ ഇടങ്ങളെ സമ്പൂർണമായി നിരസിച്ചുകൊണ്ടാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. ഇതിനെതിരെ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത്? ഇല്യാസ് മാഷ് പറഞ്ഞ ഒരു പോയിന്റിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു വരികയാണ്. മുസ്ലിങ്ങൾക്കും സിഖുകാർക്കും ചില പോംവഴികൾ കാണുവാൻ സാമ്പത്തിക അധികാരം ഉണ്ടായിരുന്നു. ഇത് ഡോക്ടർ BR അംബേദ്കർ പാകിസ്ഥാൻ ഓഫ് ദ പാർട്ടിഷൻ ഓഫ് ഇന്ത്യയിൽ തന്നെ മുസ്ലിങ്ങളുടെ ഈ ഒരു കാര്യങ്ങൾ പരിവർത്തിപ്പിക്കാൻ തക്ക വിധമുള്ള രാഷ്ട്രീയവും സാമ്പത്തികവുമായ അധികാരത്തെപ്പറ്റി, സാംസ്കാരികമായി അവർക്ക് ലഭ്യമായ മൂലധനത്തെപ്പറ്റി ഡോക്ടർ BR അംബേദ്കർ ബോധവാനായിരുന്നു. പക്ഷെ അത്തരമൊരു അധികാരം ഒരിക്കലും ഇന്ത്യയിലെ ദളിതർക്കില്ല എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചും അംബേദ്കർ വ്യാകുലപ്പെടുന്നുണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ കഴിയും, എങ്ങനെങ്കിലുമൊക്കെ പ്രതിരോധിക്കാൻ കഴിയും. അതേസമയത്ത് തന്നെ ഇന്ത്യയിൽ നടക്കുന്ന ബുൾഡോസർ രാജിനെ കാണാതല്ല ഇത് പറയുന്നത്. എത്ര അധികം സ്വത്തുണ്ടെങ്കിലും ഒരു ബുൾഡോസർ കൊണ്ടുവന്നത് ഒറ്റ സുപ്രഭാതം കൊണ്ട് ഇപ്പൊ ഇന്ത്യയിലെ ഭരണകൂടത്തിന് ഇല്ലാതാക്കാൻ കഴിയും. അതിൽ നിന്ന് അവർക്കും ഒഴിവ് കഴിവില്ല എന്നുള്ളതാണ്. ആർക്കും ഒഴിവ് കഴിവില്ല. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ടുള്ള ബീഫ് വിവാദവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇത്തരം വിവാദങ്ങൾ അടിസ്ഥാനപരമായി സൃഷ്ടിക്കുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മുടെ സാമൂഹ്യമായ വിമോചനാത്മകമായ ഇടങ്ങളെ സമ്പൂർണ്ണമായിട്ട് തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. ബീഫ് കേവലമായൊരു മാംസപ്രശ്നം മാത്രമല്ല. നമ്മൾ നോക്കിയാൽ അറിയാം, അസ്ലർ എന്ന് പറയുന്ന ഒരു വലിയ കമ്പനിയിൽ നിന്നും, ബീഫ് കയറ്റുമതി ചെയ്യുന്ന വലിയ കമ്പനി, അതിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വാങ്ങുന്ന ഒരു പാർട്ടിയായി BJP മാറിയിരിക്കുകയാണ്. പക്ഷെ അവരാണ് ബീഫിനെതിരാന്ന് പറയുന്നത്. അവർ ബീഫിനെതിരാ. കണക്കുകൾ സൂചിപ്പിക്കുന്നത് ബീഫ് കയറ്റി അയക്കുന്ന ആളുകളിൽ നിന്നൊക്കെ പണം ഇഷ്ടം പോലെ വാങ്ങിക്കുന്നതിന് BJPക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ അവർ തന്നെ ബീഫിനെതിരാണെന്ന് പറയുന്നു. ഞാൻ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഉള്ള മാംസപരാമർശങ്ങളിലേക്കൊന്നും പോകുന്നില്ല, അത് നമ്മൾ ധാരാളമായിട്ട് ചർച്ച ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ എന്തിനാ ബീഫിൻ്റെ പ്രശ്നം നിരന്തരം പറയുന്നത് വെച്ചാൽ രണ്ടർത്ഥത്തിലാണ്. കേരളത്തെ സംബന്ധിച്ച് അത് അത്രമേൽ പ്രാധാന്യമുള്ളൊരു കാര്യമല്ലെങ്കിലും ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളെ സംബന്ധിച്ച് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും ദളിതർക്കും ഏറ്റവും എളുപ്പം ലഭ്യമാകുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് ഈ പലതരം ബീഫുകളിൽ നിന്നാണ്. അത് പശുവിൻ്റെ ആവാം, പോത്താവാം, എരുമയാകാം, അങ്ങനെ പലതരത്തിലുള്ള അങ്ങനെയുള്ളൊരു പ്രോട്ടീൻ ലഭ്യത ഇന്ത്യയിലെ ദളിതർക്ക് ലഭ്യമാകരുത് എന്ന് പറയുന്ന ഒരു വളരെ കൃത്യമായ ഇന്ത്യയിലെ പാർശ്വവൽകൃത ജനവിഭാഗങ്ങൾക്കെതിരായ ഒരു രാഷ്ട്രീയം കൂടി ഇന്ത്യയിലെ ഹിന്ദുത്വവാദികൾക്കുണ്ട് എന്നുള്ളത് നാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു വിഷയത്തിലേക്ക് വന്നാൽ, ആദ്യം പറഞ്ഞ ചില വിഷയങ്ങളോട് ബന്ധപ്പെടുന്നൊരു വിഷയമാണ്. അത് ഞാൻ സൂചിപ്പിച്ച EWS എന്ന് പറയുന്ന വിഷയമാണ്. EWS സംവരണം കൊണ്ടുവന്ന ഏറ്റവും വലിയ അപകടം എന്താണെന്ന് ചോദിച്ചാൽ, അത് ഡോക്ടർ BR അംബേദ്കർ കൊണ്ടുവന്ന പ്രാദ്യ ജനാധിപത്യം എന്ന് പറയുന്ന ആശയം ഉണ്ടല്ലോ, ആ പ്രാദ്യ ജനാധിപത്യം എന്ന് പറയുന്ന ആശയത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന ഒരാശയമാണ് EWS സംവരണം എന്ന് പറയുന്നത്. ഞങ്ങൾ പാവങ്ങൾക്ക് വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നെന്ന് പറയുന്നത്. പക്ഷേ പാവങ്ങൾ സവർണരിൽ മാത്രമല്ലല്ലോ, ക്രിസ്ത്യാനികളിലും പാവങ്ങളുണ്ട്, മുസ്ലിങ്ങളിലും പാവങ്ങളുണ്ട്, എല്ലാവരിലും പാവങ്ങളുണ്ട്. പക്ഷേ എല്ലാ പാവങ്ങൾക്കുമായിട്ട് എന്തുകൊണ്ട് EWS സംവരണം മാറ്റിയില്ല? മാറ്റാത്തതിന് പ്രധാനപ്പെട്ട കാരണം അടിസ്ഥാനപരമായി EWS സംവരണം കൊണ്ടുവന്നത് തന്നെ ഇന്ത്യയിലെ പാർശ്വവൽകൃത ജനവിഭാഗങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങളെ സമ്പൂർണ്ണമായി തകർത്ത് തരിപ്പണമാക്കുന്നതിന് വേണ്ടിയാണ്. ഈ EWS സംവരണത്തിൻ്റെ വേര് കിടക്കുന്നത് നമ്മൾ കേരളത്തിലെങ്കിലും പാടി പതിഞ്ഞിട്ടുള്ള കുചേലവൃത്തം വഞ്ചിപ്പാട്ടുകളിലാണ്.
കുചേലവൃത്തം, രാമപുരത്ത് വാര്യർ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എഴുതിയത് തന്നെ മാർത്താണ്ഡവർമ്മയ്ക്ക് വേണ്ടിയാണ്. മാർത്താണ്ഡവർമ്മയെ സ്തുതിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ പാട്ട് എഴുതിയത്. അതിനകത്തൊരു പ്രത്യേക വരിയുണ്ട്, വളരെ പ്രധാനമാണ്. നമ്മൾ അഗ്രഹാരത്തിലെ ബ്രാഹ്മണരുടെ പ്രശ്നം കണ്ട് ദുഃഖിച്ചു രാഷ്ട്രീയക്കാരുള്ള നാടാണല്ലോ കേരളം. കുചേലൻ കൃഷ്ണനെ കാണാൻ വരുമ്പോഴുള്ള രംഗത്തെപ്പറ്റി രാമപുരത്ത് വാര്യർ എഴുതുന്നുണ്ട്. അന്തണനെ കണ്ടിട്ടുണ്ടായ സന്തോഷം കൊണ്ടോ തസ്യ ദൈന്യം, അദ്ദേഹത്തിന് ദുഃഖം കണ്ടിട്ടാണോ എന്നറിഞ്ഞുകൂടാ, കൃഷ്ണൻ കരഞ്ഞു എന്നാ പറഞ്ഞു. എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു, ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. ഈ ബ്രാഹ്മണനെ കണ്ടിട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, അതോ അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യം കണ്ടിട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, ഈ ധീരനായ കൃഷ്ണന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി പൊഴിക്കപ്പെടുന്നു എന്നാണ് രാമപുരത്ത് വാര്യർ എഴുതിയത്. അതുകൊണ്ടാണ് കേരളത്തിലെ സവർണരുടെയും കേരളത്തിലെ ബ്രാഹ്മണരുടെയും ദാരിദ്ര്യം കണ്ടിട്ടാണ് കൃഷ്ണനെ പോലെ കൃഷ്ണൻ കുചേലനെ സഹായിച്ചതുപോലെ EWS സംവരണം അങ്ങ് പാസാക്കി. അന്തണനെ കണ്ടിട്ടുണ്ടായ സന്തോഷം കൊണ്ടോ തസ്യ ദൈന്യം, എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു, ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ദളിതരുടെ ആദിവാസികളുടെ ദുഃഖം കണ്ടാലൊന്നും ഞങ്ങളുടെ കണ്ണ് നിറയുകയില്ല. പക്ഷെ ബ്രാഹ്മണൻ കരഞ്ഞാലോ, ഞങ്ങൾക്കത് സഹിക്കാൻ കഴിയുകയില്ല. ഈ ഒരു സാംസ്കാരികമായ രാഷ്ട്രീയത്തിൽ നിന്നും നമുക്ക് മുക്തി കൈവന്നിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അതും കൂടെ പറഞ്ഞ് എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കാം. വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു ആ ഭാഗം. ജസ്റ്റിസ് N. നഗരേഷ് അദ്ദേഹം ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് ധർമ്മസങ്കല്പത്തെ ഭരണഘടന അവഗണിച്ചു എന്നാണ്. ഏത് ധർമ്മസങ്കല്പം? ഇന്ത്യൻ ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി സമ്പൂർണ്ണമായിട്ട് പരിത്യജിച്ച ഒന്നാണ് മനുസ്മൃതിയിലും യാജ്ഞവൽക്യ സ്മൃതിയിലും കുടികൊണ്ടിരിക്കുന്ന ധർമ്മസങ്കല്പം. ആ ധർമ്മസങ്കല്പത്തെ അവഗണിച്ചു എന്നാണ് ജസ്റ്റിസ് N. നഗരേഷ് പറയുന്നത്. അപ്പൊ ഇന്ത്യയിലെ ദളിതർക്കും ആദിവാസികൾക്കും പിന്നോക്കക്കാർക്കും മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങളെയും പരസ്പരം സാഹോദര്യത്തിൻ്റെ ഒരു കണ്ണിയിൽ കോർത്തെടുക്കുന്ന ഒരു വ്യവസ്ഥയുടെ പേരാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. ആ ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാനപരമായി മനുസ്മൃതിയുടെ ധർമ്മശാസ്ത്ര മൂല്യബോധങ്ങളെ സമ്പൂർണ്ണമായി തിരസ്കരിച്ചുകൊണ്ടാണ് നിലവിൽ വന്നത്. പക്ഷേ അടുത്തിടെ സംഭവിക്കുന്ന ചില സംഭവവികാസങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഭരണഘടനയുടെ മുൻവാതിൽ ഇതൊന്നും പ്രവേശിക്കാതെ അടഞ്ഞു കിടക്കുമ്പോഴും ഭരണഘടനയുടെ പിൻവാതിലുകൾ ചില ജഡ്ജിമാർ ചെന്ന് തുറന്നിരിക്കുന്നു. അതിലൂടെ മനുസ്മൃതിയെ കയറ്റിക്കൊണ്ട് വന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ കെട്ടിടത്തിന് മുകളിൽ മനുസ്മൃതിയെയും യാജ്ഞവൽക്യ സ്മൃതിയെയും സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ശ്രീവാസ്തവ, SN ശ്രീവാസ്തവ 2007 ഓഗസ്റ്റ് 30 ഒരു പുരോഹിതൻ സമർപ്പിച്ച സ്വത്തുമായി ബന്ധപ്പെട്ട ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞത് ഭഗവത്ഗീതയെ ഒരു രാഷ്ട്രീയ ധർമ്മശാസ്ത്രമായി കണക്കാക്കണമെന്നാണ്. ഇത് പറഞ്ഞത് വിദൂര ഭൂതകാലത്തിലല്ല, 2007. അതിന് കാരണമായിട്ട് SN ശ്രീവാസ്തവ പറഞ്ഞത്, ഗീത സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെട്ടിരുന്നവരെ പ്രചോദിപ്പിച്ചു എന്നും അതിനാൽ ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 51A പ്രകാരം ജാതി, മതം എന്നിവ പരിഗണിക്കാതെ ഗീത മുന്നോട്ട് വെച്ച ധർമ്മം പിന്തുടരേണ്ടത് ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും കടമയാണ് എന്ന് SN ശ്രീവാസ്തവ പറഞ്ഞു വെച്ചു. ഡോക്ടർ BR അംബേദ്കർ എഴുതിയ ഗീതയും പ്രതിവിപ്ലവം എന്നുള്ള പുസ്തകമെങ്കിലും അന്ന് ശ്രീവാസ്തവ വായിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ മറ്റൊരു ജഡ്ജി തമിഴ്നാട്ടിലിരുന്ന് നിരന്തരം പറയുന്നുണ്ടല്ലോ ചില കാര്യങ്ങൾ. യുക്തിവാദികൾ റാസ്കൽസ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെ പറയുന്ന ജഡ്ജിമാർ ജീവിക്കുന്ന കാലത്ത് നമ്മൾ ജീവിക്കേണ്ടി വരുന്നു. കർണാടകയിൽ കുട്ടി പാകിസ്ഥാൻ ഉണ്ട് എന്ന് ചില ജഡ്ജിമാർ പറയുന്നു. ഇങ്ങനെ പറയാൻ തക്ക ധൈര്യം അവർക്കുണ്ടാകുന്നു. എവിടെ നിന്നാണ് നമുക്കെല്ലാവർക്കും അറിയാം. ശ്രീവാസ്തവയുടെ പരാമർശം വലിയ കോളടക്കം സൃഷ്ടിച്ചു. അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന VN ഖരെ വാസ്തവയുടെ പരാമർശങ്ങൾ ഭരണഘടനാപരമല്ല എന്ന് പ്രസ്താവിച്ചു. പക്ഷെ ഇന്ന് അങ്ങനെ പറഞ്ഞാൽ ഇത് ഭരണഘടനാപരമല്ല എന്ന് പറയാൻ ഒരു ജഡ്ജിയും ഇല്ല എന്നുള്ളതാണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതം. മുസ്ലിങ്ങളെ വെടിവെക്കുന്ന ഒരു മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാനത്തുണ്ടാവുകയും ആ മുഖ്യമന്ത്രിക്കെതിരായ ഒരു പരാതി ചെല്ലുമ്പോൾ നമ്മളിലെ കുട്ടികളെ ഉപദേശിച്ചു വിടുമല്ലോ, മോനെ ഇനി ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. ആ ഒരു ലാഘവത്തോടുകൂടി കഠിനമായി വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിയെ, അത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, ഭരണഘടന പദവിയിലിരിക്കുന്ന ഒരാളിനെ
അതിശക്തമായ നിയമ നടപടി എടുക്കുവാൻ പോലും ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷിതാക്കളായ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഏറ്റിരിക്കുന്ന ഏറ്റവും വലിയ കളങ്കം മാത്രമല്ല, ഇന്ത്യൻ ജനാധിപത്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഠിനമായ അപകടം കൂടിയാണ് എന്നുള്ളതാണ്. ഗുജറാത്ത് ഹൈക്കോടതി ചോദിച്ചത്, പെൺകുട്ടികൾ 17 വയസ്സിൽ പ്രസവിച്ചിരുന്നു, അതങ്ങനെ പ്രസവിച്ചിരുന്നു എന്നതിനെ സംബന്ധിച്ച് മനുസ്മൃതിയിൽ പരാമർശമുണ്ട്, സംശയമുണ്ടെങ്കിൽ മനുസ്മൃതി വായിച്ചു നോക്കണമെന്ന്. ഇത് പറഞ്ഞത് ജസ്റ്റിസ് JJ ദവയാണ്. 2025 ഓഗസ്റ്റ് 6 ജസ്റ്റിസ് അരവിന്ദ് കുമാർ, ജസ്റ്റിസ് സന്ദീപ് മേത്ത എന്നിവർ പ്രായപൂർത്തിയാകാത്ത മകളെ ബലാത്സംഗം ചെയ്ത കേസിൽ പിതാവിന് ശിക്ഷ വിധിച്ചുകൊണ്ട് പറഞ്ഞത്, മനുസ്മൃതിയിലെ ഒരു വാക്യം സാംസ്കാരിക തത്വത്തെ മാത്രമല്ല ഭരണഘടനാ ദർശനത്തെയും പ്രതിഫലിപ്പിക്കുന്നു എന്ന്. ഭരണഘടന സംരക്ഷിക്കേണ്ട ജഡ്ജിമാര് മനുസ്മൃതി ഉദ്ധരിച്ചുകൊണ്ടാണ് ജഡ്ജ്മെന്റ് പ്രസ്താവിക്കുന്നത്. മനുസ്മൃതി ഉദ്ധരിച്ച് ജാർഖണ്ഡ് ഹൈക്കോടതി 2024 ജാനുവരി 24 ജാർഖണ്ഡ് ഹൈക്കോടതി ഭാര്യയുടെ ജീവനാംശം റദ്ദാക്കി. ഭർത്താവിൻ്റെ കുടുംബത്തിലെ പ്രായമായ അംഗങ്ങളെ സേവിക്കേണ്ടതും വേർപിരിഞ്ഞ് താമസിക്കണമെന്ന അന്യായമായ ആവശ്യം ഉന്നയിക്കാതിരിക്കുന്നതും ഇന്ത്യൻ സംസ്കാരം ഭാര്യയെ നിർബന്ധിതമാക്കുന്നു എന്ന് ജാർഖണ്ഡ് ഹൈക്കോടതി പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞാൽ നാളെ നമുക്കെതിരെ കോടതി അലക്ഷ്യം വരുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത്തരം ഒരു കണ്ടീഷനിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജസ്റ്റിസ് സുഭാഷ് ചന്ദ്രന്റെ 25 പേജുള്ള സുപ്രീം കോടതി ഉത്തരവില് മനുസ്മൃതി ഉൾപ്പെടെയുള്ള പുരാതന ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ആദർശപരമായ ദാമ്പത്യത്തെയും ദമ്പതികളുടെ അവകാശത്തെയും കടമകളെയും വിവരിക്കുന്നുണ്ട്. സുപ്രീം കോടതി ജഡ്ജ്മെന്റുകളെ സംബന്ധിച്ച് വളരെ ആധികാരികമായി പഠിച്ച അതീന്ദ്രിയോ ചക്രവർത്തി 2020 എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഭരണഘടന അംഗീകരിക്കപ്പെട്ട 1950 മുതൽ ഇന്ന് വരെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ അപകടകരമായ ഒരു കളിയിലാണ്. വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ അത് മനുസ്മൃതിയെ ഉദ്ധരിക്കുകയോ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ പരാമർശിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്ന് അതീന്ദ്രിയോ ചക്രവർത്തി എഴുതുന്നു. 1950-നും 2019-നും സുപ്രീം കോടതിയും ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ വ്യത്യസ്ത ഹൈക്കോടതികൾ 38 തവണയാണ് മനുസ്മൃതി ഉദ്ധരിച്ച് ജഡ്ജ്മെന്റ് പുറപ്പെടുവിച്ചത്. ഇതിൽ 26 ജഡ്ജ്മെന്റ് മനുസ്മൃതി ഉദ്ധരിച്ച് വിധി തീർപ്പ് വന്ന 26 എണ്ണം 2009-നും 2019-നും ഇടയിലാണ് എന്നുള്ളത് യാദൃശ്ചികമല്ല. 1989-നും 2019-നും ഇടയിൽ സുപ്രീം കോടതി 7 തവണ മനുസ്മൃതി ഉദ്ധരിച്ച് തീരുമാനങ്ങൾ എടുത്തു. 1989-ൽ വിമലഭായ് വേഴ്സസ് ഹിരാലാൽ ഗുപ്ത എന്ന കേസിൽ ഹിന്ദു അനന്തരാവകാശ നിയമത്തിലെ ബന്ധവ എന്ന ആശയം വിശകലനം ചെയ്യുന്നതിനിടയിൽ സുപ്രീം കോടതി അതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി മനുസ്മൃതിയെ കോട്ട് ചെയ്തു. വീണ്ടും 6/8/2008 രാജ്വീർ സിംഗ് ദലാൽ വേഴ്സസ് ചൗധരി ദേവിലാൽ യൂണിവേഴ്സിറ്റി കേസിൽ ജസ്റ്റിസ് കബീറും ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജുവും മീമാംസ തത്വശാസ്ത്രങ്ങളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ മനുസ്മൃതിയും ശങ്കരാചാര്യരുടെ കൃതികളും ഉദ്ധരിച്ചു. പൊതുനിയമം നിശബ്ദമായ സ്ഥലങ്ങളിൽ നിയമങ്ങളുടെ വ്യാഖ്യാനത്തിൽ മീമാംസാ ശാസ്ത്രം ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് മാർക്കണ്ഡേയ കട്ജു ഉൾപ്പെടെയുള്ളവർ വിധിയിൽ പരാമർശിച്ചത്. വിജയ് നാരായൺ തട്ട ആൻഡ് മറ്റുള്ളവർ മഹാരാഷ്ട്ര സംസ്ഥാനം കേസ് 2009 മാക്സ്വെല്ലിന്റെ പൊതുനിയമ വ്യാഖ്യാനത്തെക്കാൾ ശ്രേഷ്ഠത മീമാംസാ ഗ്രന്ഥങ്ങൾക്കാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. 2012 ജസ്റ്റിസ് വിക്രംജിത് സെൻ GM വെങ്കടറെഡ്ഡി വേഴ്സസ് ഡെപ്യൂട്ടി കമ്മീഷണർ കോല കേസിൽ 1978 കർണാടക പട്ടികജാതി പട്ടികവർഗ ഭൂമി കൈമാറ്റം നിരോധിക്കൽ നിയമത്തെ പ്രതികൂലമായി കൈവശപ്പെടുത്തിയതിനെ കുറിച്ചുള്ള തൻ്റെ വാദം സാധൂകരിക്കാൻ വിക്രംജിത് സെൻ മനുസ്മൃതി ഉദ്ധരിച്ചു. 2014 ഒരു കാര്യമില്ലാത്തൊരു കാര്യത്തിൽ മനുസ്മൃതി ഉദ്ധരിച്ചു. മുസ്ലിം വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട കേസിൽ, മുസ്ലിം സ്ത്രീയുടെ ജീവനാംശവുമായി ബന്ധപ്പെട്ട കേസ് മെഹ്റുന്നസ വേഴ്സസ് സയ്യിദ് ഹബീബ് കേസിൽ കർണാടക ഹൈക്കോടതി വിധി പറയാൻ തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ഉദ്ധരിക്കാം: ജാതി, മതം, നിറം എന്നിവയ്ക്കപ്പുറം വളരെയധികം ആദരവോടെ സ്വീകരിക്കപ്പെടുന്ന സ്ത്രീകളുടെ സംരക്ഷണത്തെക്കുറിച്ച് പലപ്പോഴും പരാമർശിക്കപ്പെടുന്ന മനുസ്മൃതിയിലെ ഒരു മഹത്തായ സാർവത്രിക വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഈ വിധിന്യായം ആരംഭിക്കുന്നത് ഉചിതവും ന്യായവുമാണെന്ന് ഞാൻ കരുതുന്നു. ശ്ലോകം ഏതാണെന്ന് കേൾക്കണ്ടേ? പിതാ രക്ഷതി കൗമാരെ ഭർത്താ രക്ഷതി യൗവനെ. 2014 കേസാണ്.
മുസ്ലിം വ്യക്തി നിയമത്തിന് കീഴിൽ മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശം ലഭിക്കാനുള്ള അവകാശത്തെ സംബന്ധിച്ച കേസിൽ മനുസ്മൃതി ഉദ്ധരിക്കുന്നതിൽ അപകടകരമായ സാഹചര്യങ്ങൾക്ക് കോടതി എന്ന് വഴി തുറന്നു. ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ കാര്യത്തിലും മനുസ്മൃതി ഉദ്ധരിക്കുന്നു. വല്ല ഹദീസും ഖുറാനും നോക്കി പരിശോധിക്കേണ്ട പ്രശ്നമാണ്, അല്ലെങ്കിൽ മറ്റ് ഭരണഘടന നോക്കി പരിശോധിക്കേണ്ട വിഷയത്തിൽ മനുസ്മൃതി എടുത്തു വെക്കുക. 2016 മനുസ്മൃതിയുടെ അടിസ്ഥാനത്തിൽ പിതാവിൻ്റെയും മകൻ്റെയും കടമകളെക്കുറിച്ച് ഗൗഹാത്തി ഹൈക്കോടതി ആവേശത്തോടെ പരാമർശിക്കുന്നുണ്ട്. ദത്തെടുക്കൽ, അനന്തരാവകാശം എന്നിവ സംബന്ധിച്ച ചർച്ചയിൽ പ്രസ്തുത ഹൈക്കോടതി വിധിയിൽ പുംനാമ എന്ന നരകത്തിൽ നിന്നും പിതാവിനെ ത്രാണനം ചെയ്യുന്നവനാണ് പുത്രൻ എന്ന മനുസ്മൃതിയിലെ 9-ാം അധ്യായം 135-ാമത്തെ ശ്ലോകം ഉദ്ധരിക്കുന്നു. ഇത്തരം വിധിന്യായങ്ങളിലൂടെ ബ്രാഹ്മണ മതത്തിൻ്റെ ആശയങ്ങളായ സ്വർഗം, നരകം, ആത്മാവ് എന്നീ സങ്കല്പങ്ങൾ ഉറപ്പിക്കാനാണ് കോടതി ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഡോക്ടർ BR അംബേദ്കർ അതിൻ്റെ മുൻവാതിൽ അടച്ച് ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും പുറത്തെ ഭിത്തി തുരന്ന് ജഡ്ജിമാർ മനുസ്മൃതിയെയും കൊണ്ട് മുകളിലേക്ക് കയറുകയാണ്. ചാതുർവർണ്ണയത്തിന് പുറത്തുള്ള ജനസമുദായങ്ങളെ കൂടി മനുസ്മൃതിയുടെ കീഴിൽ കൊണ്ടുവരാൻ ഇത്തരം വിധികളിലൂടെ ശ്രമിക്കുന്നു. അതീന്ദ്രിയ ചക്രവർത്തി എഴുതുന്നു, ഭരണഘടന 14-18 വകുപ്പുകൾ ഫലത്തിൽ നിയമം വഴി ജാതീയതയും അതിൻ്റെ സ്വാധീനവും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അതിനാൽ മുൻവാതിൽ ഇപ്പോഴും അടഞ്ഞു കിടക്കുന്നു. എന്നാൽ സമീപ വർഷങ്ങളിൽ ഇന്ത്യൻ ഉന്നത നീതിന്യായ വ്യവസ്ഥ മനുസ്മൃതിയുടെ ആവർത്തിച്ചുള്ളതും തീഷ്ണവുമായ ആഹ്വാനത്തിലൂടെ ഒരു പിൻവാതിൽ തീർച്ചയായും തുറന്നിട്ടുണ്ട് എന്ന് അതീന്ദ്രിയ ചക്രവർത്തി സുചിന്തിതമായി രേഖപ്പെടുത്തുന്നുണ്ട്. 1976 കുഷ്മ വേഴ്സസ് ബാൾഡിയോ കേസിൽ മനുസ്മൃതി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നാമകരണത്തെ പറ്റി വിവരിച്ചുകൊണ്ട് അതിന് ജുഡീഷ്യറി സാധൂകരണം നൽകി. ഇതിൽ നിന്ന് മാറി വിപ്ലവകരമായൊരു വിധി ഉണ്ടാകുന്ന 2019 വളരെ വിപ്ലവകരമായ ശബരിമല വിധി നമുക്കറിയാം. എന്താണ് അതിനുശേഷം കേരളത്തിൽ സംഭവിച്ചതെന്നും അറിയാം. ഒരു പാർട്ടി ആചാര സംരക്ഷണ ബില്ല് കൊണ്ടുവന്നു. സ്ത്രീകൾ പ്രവേശിക്കുന്ന സ്ത്രീകളെ ജയിലിലിടുമെന്നാണ് വിധിയിൽ പറഞ്ഞത്. ആചാര സംരക്ഷണ യാത്ര നടത്തി. സ്ത്രീകൾ പ്രവേശിച്ചത് വലിയ പ്രശ്നമായി കണ്ടു. പക്ഷെ കഴിഞ്ഞ ദിവസം കൈരളി ചാനലിൽ നടന്നൊരു ചർച്ചയിൽ ജയചന്ദ്രൻ സത്യത്തിൽ എന്താണ് അദ്ദേഹത്തെ വിളിക്കേണ്ട, കട്ടരര് സ്വർണ്ണരര് എന്ന് വിളിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. കട്ടരര് സ്വർണ്ണരര് നല്ല അങ്ങനെ വിളിക്കുന്നതായിരിക്കും കുറെ കൂടി ഉചിതം. ഇങ്ങനെ സ്വർണം കട്ടരര് എന്ത് ചെയ്തു? സ്ത്രീകളെ പ്രവേശിപ്പിച്ചു. അതിൻ്റെ വീഡിയോ സഹിതം കൈരളി ചാനലിൽ ലോകം മുഴുവൻ കണ്ടു. പ്രശ്നമില്ല. പ്രശ്നം അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഈ പോറ്റി സ്വർണം കട്ടരതിന് പോയതിനും ഉത്തരവാദി കട്ടരര് തന്നെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം എന്താണ്? എല്ലാ കാര്യങ്ങൾക്കും തന്ത്രമനുസരിച്ച് തന്ത്രിയുടെ അനുവാദം വേണമെന്നാണ്, തന്ത്രി അനുജ്ഞ കൊടുക്കണമെന്നാണ് നിയമം. ദേവസ്വം ബോർഡിൻ്റെ നിയമം അനുസരിച്ച് അനുജ്ഞ കൊടുത്താൽ മാത്രം പോരാ, അനുജ്ഞ രേഖാമൂലം തയ്യാറാക്കുക കൂടി വേണം. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ സ്വർണം മുഴുവൻ അവിടെ നിന്ന് പോയതിനെ സംബന്ധിച്ച് എല്ലാ അനുജ്ഞയും ഇദ്ദേഹം കൊടുത്തിരുന്നു എന്ന് താന്ത്രിക വിധി അനുസരിച്ച് തന്നെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. പക്ഷെ അത്തരം ചോദ്യങ്ങളൊന്നുമില്ല. ഈ സ്വർണ്ണ വിവാദത്തെ സമ്പൂർണ്ണമായിട്ടും രാഷ്ട്രീയ കക്ഷി വിവാദമാക്കി മാറ്റുകയും ബ്രാഹ്മണ പൗരോഹിത്യം സ്വർണം അപഹരിച്ചതിനെ പ്രതിസ്ഥാനത്ത് നിന്ന് മാറ്റാനും ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ട്രാഫിക് സിനിമ കണ്ടിട്ടുണ്ടാവും. ആ ട്രാഫിക് സിനിമയിൽ രംഗമുണ്ട്. ആംബുലൻസ് കടന്നു പോകുന്ന ഒരു കോളനിക്കകത്തുള്ള മുഴുവൻ മനുഷ്യരും വലിയ കുറ്റവാളികളാണെന്നാണ് ട്രാഫിക് സിനിമയിലെ ഒരു ഡയലോഗ്. അപ്പൊ ദളിതരെ മുഴുവൻ കുറ്റവാളികളാക്കുക, ആദിവാസികളെ കുറ്റവാളികളാക്കുക. പക്ഷെ ഈ ഇത്രയും വലിയ സ്വർണ്ണ വിവാദം വന്നിട്ടും ബ്രാഹ്മണര് മുഴുവൻ കള്ളന്മാരാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല, പറയത്തില്ലല്ലോ. അതിൻ്റെ ആവശ്യവും ഇല്ല. ഒരാൾ കുറ്റം ചെയ്താൽ ഒരു സമുദായം മുഴുവൻ കുറ്റവാളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മുടെ സാമൂഹിക ബോധമനസ്സ് പ്രവർത്തിക്കുന്നത് ദളിതരും ആദിവാസികളും കുറ്റവാളി ഗോത്രങ്ങളായി മാറുകയും കുറ്റം ചെയ്താലും ബ്രാഹ്മണര് പരമവിശുദ്ധമായിട്ട് ജീവിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഗാന്ധിയെ കൊന്നത് ഗോഡ്സെ ആണെന്ന് പറയാൻ ഇപ്പൊ പേടിയാ. ഗാന്ധിയെ കൊന്നത് ഒരു ഹിന്ദുത്വവാദിയാണ് എന്ന് മാത്രം നമ്മളങ്ങ് ചുരുക്കുക. ഗോഡ്സെ എന്ന് പറയുന്ന ചിത്പാവൻ ബ്രാഹ്മണനാണ് എന്ന് പറയാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം നമുക്ക് എങ്ങനെയെങ്കിലും ബ്രാഹ്മണ പൗരോഹിത്യത്തെ രക്ഷിച്ചെടുക്കണ്ടേ. ഈ രീതിയിലാണ് കാര്യങ്ങൾ. അപ്പൊ ചുരുക്കത്തിൽ
നമ്മുടെ ഒരു സാമൂഹ്യ ബോധ മനസ്സ്, ഭരണഘടന, രാഷ്ട്രീയ സാംസ്കാരിക അടിത്തറകൾ ഇതെല്ലാം തന്നെ സമ്പൂർണമായിട്ടും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ദളിതർക്കും ആദിവാസികൾക്കും ഒക്കെ തന്നെ അവർ അവകാശങ്ങൾ റദ്ദാക്കപ്പെടുന്ന, അവരൊരു മനുഷ്യരായി പോലും അവരെ പരിഗണിക്കാത്ത ഒരു സാമൂഹ്യ സാഹചര്യം ഇന്ത്യയിൽ, കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. നമ്മൾ പൊതുവെ ഈ തൊഴിലാളി എന്ന് ഒരു വിശാലമായ സമ്പർക്കം പറയുമല്ലോ, തൊഴിലാളി എന്ന് പറയും നമ്മൾ. പക്ഷേ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൽ ദളിതരുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൽ ഒരു ആദിവാസി ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. തൊഴിലാളിയായിട്ടൊരിക്കലും ഒരു ദളിതനെ, ആദിവാസിയെ ആ തൊഴിലാളി എന്ന് പറയുന്ന സമ്പർക്കത്തിൽ പോലും പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ അതിസൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അതെങ്ങനെയെന്ന് വിശദീകരിക്കാം. നമ്മൾ തൊഴിലാളി എന്ന് പറയുന്ന വിശാലമായ സമ്പർക്കത്തെപ്പറ്റി, വിശാലമായ ഒരു വർഗത്തെപ്പറ്റി പറയും. തൊഴിലാളി വർഗം അധികാരമേൽക്കും. പക്ഷെ തൊഴിലാളി വർഗം അധികാരമേൽക്കുമ്പോഴും തൊഴിലാളി വർഗത്തിൽ തന്നെ സൈദ്ധാന്തികമായി നമ്മൾ പെടുത്തിയിരിക്കുന്ന തൊഴിലാളികൾ പുറത്താക്കപ്പെടുന്നു. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചോദിച്ചത്, മന്ത്രിസഭയിൽ 10 പേര് ഒരു വിഭാഗത്തിൽ നിന്നുണ്ടാവുകയും ഒരു പട്ടികജാതി തൊഴിലാളി വർഗ സിദ്ധാന്തക്കാരനകത്ത് ഇല്ലാതെ പോവുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ പുറത്തുനിന്നുള്ള ദളിതരെ ഒന്നും എടുക്കാം, നിങ്ങളുടെ സിദ്ധാന്തക്കാരായിട്ടുള്ള ആ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന പട്ടികജാതിക്കാരെങ്കിലും എടുക്കാമല്ലോ. അതും ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? വർഗസിദ്ധാന്തം പറയുന്ന പട്ടികജാതിക്കാരെങ്കിലും എടുക്കണമല്ലോ, കുറഞ്ഞ പക്ഷം അതെങ്കിലും വേണ്ടേ? വർഗസിദ്ധാന്തം പറയുന്ന പട്ടികജാതിക്കാരും പുറത്താണ്. ഈ പ്രശ്നം നമ്മൾ ശരിയാവണ്ണം അഭിസംബോധന ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. അതിരിക്കെ, കാര്യം ഇങ്ങനെ ഇരിക്കെ, ഒരു ആഭ്യന്തരമന്ത്രിയുടെ സ്ഥാനമോ ഒരു മുഖ്യമന്ത്രിയുടെ സ്ഥാനമോ പോലും കേരളത്തിലെ ഒരു ദളിതന് സങ്കല്പിക്കാൻ കഴിയണമെങ്കിൽ ഇനിയും ഒരു നൂറ്റാണ്ട് വലിയ വിപ്ലവം പൂർത്തീകരിക്കപ്പെടേണ്ടി വരും. അതിന് നാരായണ ഗുരുവിനെ പോലെ, മഹാത്മാ അയ്യങ്കാളിയെ പോലെയുള്ള ആളുകൾ പുനർജനിക്കും എന്ന സ്വപ്നം കണ്ടൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. പ്രാതിനിധ്യത്തെ സംബന്ധിച്ച, സാമൂഹിക ഇടത്തെ സംബന്ധിച്ച് ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ പൊതുവെ ഞാൻ ആദ്യം ഉന്നയിച്ചതുപോലെ അത് സ്വത്വവാദമാണ്, ഐഡന്റിറ്റി പൊളിറ്റിക്സ് ആണ് എന്ന് പറയുകയും NSSO യോഗക്ഷേമ സഭയോ ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിച്ചാൽ അതൊക്കെ ദേശീയമാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യും. NSS ഒരു മന്ത്രിയെ വേണമെന്ന് പറഞ്ഞാൽ അത് ദേശീയവാദമാണ്, അത് മുഴുവൻ ഇന്ത്യക്കും വേണ്ടിയുള്ള വിപ്ലവമാണ്. യോഗക്ഷേമ സഭ ഡോക്ടർ വിജയകുമാരിയെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നാൽ അത് ദേശീയവാദമാണ്. ഇത് ഒരു ഇരട്ടത്താപ്പാണ്. ഇരട്ടത്താപ്പ് നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ വ്യത്യസ്തമായ ഇത്തരം സ്വത്വങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഈ സ്വത്വങ്ങളെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അവയെ എല്ലാം തന്നെ ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഇന്ത്യക്കൊരു ജനാധിപത്യ രാജ്യമായി നിലനിൽക്കാൻ കഴിയൂ എന്ന വിശാലമായ ഒരു ജനാധിപത്യ രാഷ്ട്രീയ തത്വചിന്തയെ ഒരു സാമൂഹ്യ സംവേദനക്ഷമമായ രാഷ്ട്രീയ ആശയമാക്കി രൂപമാറ്റം വരുത്തിയിട്ടുള്ളത്. പക്ഷേ നമുക്കതിപ്പോഴും അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വ്യത്യസ്ത അധികാര സ്ഥാനങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോഴും സാമൂഹ്യ ഇടങ്ങൾ പരിശോധിക്കുമ്പോഴും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കൊരു ജനാധിപത്യ സമൂഹമായിട്ട് മാറിത്തീരാൻ കഴിയുകയുള്ളൂ. കേരളത്തിന് കുറഞ്ഞ പക്ഷം ഇവിടെ നിലനിൽക്കുന്ന ഒരു ജനാധിപത്യത്തെയെങ്കിലും സംരക്ഷിച്ച് നിലനിർത്തണമെങ്കിൽ ഇത്തരമൊരു ദളിത് ക്വസ്റ്റ്യനെ അംഗീകരിക്കുവാൻ തയ്യാറാവണം. ആ അംഗീകരിക്കുവാൻ തയ്യാറാകുന്നതിൻ്റെ ആദ്യപടി എന്ന നിലയ്ക്ക് കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് PSCക്ക് വിടണമെന്നൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. പക്ഷെ കുറഞ്ഞ പക്ഷം അവിടെ SC ST വിഭാഗങ്ങൾക്ക് സംവരണം നടപ്പിലാക്കാനുള്ള വിപ്ലവമെങ്കിലും കുറഞ്ഞ പക്ഷം അത്തരം വിപ്ലവ കക്ഷികളുടെ ചോരയിൽ അവശേഷിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉന്നയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതെല്ലാവരോടും കൂടിയാണ് ചോദിക്കുന്നത്.
കാരണം ഈ പൊതുപണം ഉണ്ടല്ലോ, ഈ പൊതുപണം എയ്ഡഡ് കോളേജുകൾ ഉൾപ്പെടെ ഒരു കോളേജ് പ്രൊഫസറുടെ ശമ്പളം എത്ര? ഏറ്റവും കുറഞ്ഞ 50,000 രൂപ മാസം കിട്ടും. അപ്പോൾ അങ്ങനെ 50,000 രൂപ കിട്ടുന്ന ഒരു തസ്തികയിൽ ഒരു UP സ്കൂൾ അധ്യാപകന്റെ ഏറ്റവും കുറഞ്ഞ ശമ്പളം 35,000 രൂപയാണ്. അത്തരം തസ്തികകളെ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ഇതെല്ലാം ഒരു പ്രത്യേക വിഭാഗത്തിന്റെ കൈകളിൽ മാത്രമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നത് എന്താ? പൊതുപണം മുഴുവൻ ഒരു പ്രത്യേക വിഭാഗം കൈക്കലാക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യം വലിയ അപകടത്തിലാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതാണ് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത്, നിങ്ങൾ ഒരു ഇന്ത്യൻ സൈന്യത്തെ സൃഷ്ടിക്കുമ്പോൾ ആ സൈന്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ വ്യത്യസ്ത ജാതിയിലും മതത്തിലുമുള്ള ആളുകൾ സൈന്യത്തിലുണ്ട് എന്നുറപ്പാക്കണം. അങ്ങനെ ഉറപ്പാക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സൈന്യം അധികാരം പിടിച്ചെടുക്കും എന്ന് ഡോക്ടർ BR അംബേദ്കർ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യയെ ഒരു ജനാധിപത്യ രാജ്യമാക്കി നിലനിർത്തണമെങ്കിൽ ദളിതരുടെയും ആദിവാസികളുടെയും മാത്രം പാർലമെന്റ് നിർമ്മിക്കണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. എല്ലാ മനുഷ്യർക്കും, ഇന്ത്യയിലെ വരേണ്യ വിഭാഗങ്ങൾക്കും, കേരളത്തിലെ നായന്മാർക്കും, കേരളത്തിലെ നമ്പൂതിരിമാർക്കും, കേരളത്തിലെ ദളിതർക്കും, കേരളത്തിലെ ആദിവാസികൾക്കും, കേരളത്തിലെ മുസ്ലിങ്ങൾക്കും എല്ലാം തന്നെ അവരുടെ ജനസംഖ്യാനുപാതികമായ രീതിയിലുള്ള അവകാശങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന ഒരു സാഹോദര്യപൂർണമായ ഒരു രാഷ്ട്രീയ മനോഭാവത്തെ, മൂല്യവസ്ഥയെ സൃഷ്ടിച്ചെടുക്കുമ്പോൾ മാത്രമേ, അത് സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മളൊരു ജനാധിപത്യവാദിയാണ് എന്ന് പറയാൻ കഴിയൂ. അത്തരം ചിന്തകൾക്ക് തിരികൊളുത്തുന്ന വേദിയായി ഇത്തരം മീറ്റിങ്ങുകൾ മാറിത്തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രത്യാശിക്കുന്നു. ഇത്തരം ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച സമദർശിയുടെ ഭാരവാഹികൾക്ക്, പ്രത്യേകിച്ച് ഏറെ പ്രിയങ്കരനായ PNGയോട് ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. ഈ വൈകിയ വേളയിൽ എന്നെ ശ്രവിച്ച എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം. രാമകൃഷ്ണ മാഷ് പ്രസംഗത്തിൽ ഒരു കാര്യം പറഞ്ഞു, ഈ സകല ഫാസിസ്റ്റ് ഭരണാധികാരികളും അധികാരത്തിൽ വന്നത് ജനാധിപത്യപരമായ മാർഗത്തിലൂടെയാണ്. ഇവരെ പുറത്താക്കണമെങ്കിലും ജനാധിപത്യപരമായ മാർഗത്തിലൂടെ മാത്രമേ പുറത്താക്കാൻ സാധിക്കുകയുമുള്ളൂ. പക്ഷേ ഇത് എങ്ങനെ ജനാധിപത്യപരമായി ഇവരെ പുറത്താക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ള ഒരു പ്രശ്നമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ ഈ ഫെബ്രുവരി മാസം 4-ാം തീയതി മലയാള മനോരമയുടെ സെൻട്രൽ പേജിൽ ഒരു പ്രസ്താവന വന്നിരുന്നു. കേരളത്തിലെ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സാംസ്കാരിക നായകനായിരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രസ്താവനയാണ്. അദ്ദേഹം പറഞ്ഞത്, കാരിശ്ശേരി മാഷും സാറ് ടീച്ചറും തൊപ്പിയിട്ടും സച്ചിദാനന്ദൻ മാഷ് തോക്കെടുത്തും താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തെ നന്നാക്കാൻ ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവന. ഈ പ്രസ്താവന പറഞ്ഞയാൾ ഇവിടുത്തെ ഗവൺമെൻറ് സാംസ്കാരിക പ്രസ്ഥാനത്തിൻ്റെ നായകനും കൂടിയാണ്, നായകന്മാരിൽ ഒരാളാണ്. ഈ ഒരവസ്ഥയിൽ ഇത് തൊപ്പിയിടുക എന്ന വാക്കിൻ്റെ അർത്ഥം തപ്പി നമ്മൾ ശൂരനാടിൻ്റെ നിഘണ്ടുവോ ഒന്നും തപ്പി പോകേണ്ട. മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം തൊപ്പിയിടുക എന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഇങ്ങനെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെല്ലാം നമ്മുടെ നാട്ടിൽ എങ്ങനെ ജനാധിപത്യപരമായിട്ട് നമുക്ക് ഈ ഫാസിസ്റ്റുകൾക്കെതിരെ പോരടിക്കാൻ പറ്റുമെന്ന് ഒന്ന് പാനലിസ്റ്റുകൾ ആരെങ്കിലും ഒരാളെങ്കിലും ഒന്ന് വിവരിച്ചു തന്നാൽ നന്നായിരുന്നു. കോൺഗ്രസ് 100 വർഷത്തിലധികം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിട്ട് ഇപ്പോൾ അതിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഒരു ദളിതനെന്നാണ് എൻ്റെ അറിവ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇതുവരെ ഒരു ദളിത് അഖിലേന്ത്യാ പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. അത് തെറ്റാണ്, എൻ്റെ അറിവ് തെറ്റാണ്. അപ്പോൾ അത് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മിക്കവാറും ദളിതരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ആൾക്കാരാണ്. അവരുടെ മിക്ക അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിമാരും ദളിതന്മാരാണെന്നാണ് എൻ്റെ അറിവ്. പിന്നെ ഈ ദളിതരുടെയും മതന്യൂനപക്ഷങ്ങളുടെയും സാമൂഹിക ഇടങ്ങൾ, ഈ മതന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിംസ് മാത്രമാണെന്ന് എനിക്കറിയില്ല. അതല്ല ഞാൻ പറഞ്ഞു. ഈ മതന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞില്ലേ, ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ സമ്പന്നനായിട്ടുള്ള വ്യക്തി ടാറ്റയായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ആളൊരു മതന്യൂനപക്ഷമാണ്. കേരളത്തിലത്തെ ഏറ്റവും വലിയ സമ്പന്നനായ വ്യക്തി MA യൂസഫലിയാണ്. ആൾ മതന്യൂനപക്ഷമാണ്. രണ്ടാമത്തെ വ്യക്തി ഷംസീർ വലയിലാണ്. ആൾ മതന്യൂനപക്ഷമാണ്. മൂന്നാമത്തെ വ്യക്തി ജോയ് ആലുക്കാസാണ്. ആൾ മതന്യൂനപക്ഷമാണ്. ആദ്യത്തെ 10 വ്യക്തികളുടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ന്യൂനപക്ഷങ്ങളിലധികം
ജോയ് അലുക്കാസ്, മറ്റേ അങ്ങനെ കുറേ പേരുണ്ട്. പിന്നെ മറ്റേ പ്രകാശ് വർക്കി, അങ്ങനെ കുറേ പേര്. അതിൽ ഈ ബ്രാഹ്മിൻസ് ഇല്ല. പിന്നെ ഒരു കാര്യം, ഈ ദളിതരുടെയും മതന്യൂനപക്ഷങ്ങളുടെയും സാമൂഹിക ഇടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലത്തെ മാത്രമായിട്ട് എടുക്കരുത്. ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും മ്യാൻമറും നേപ്പാളും ഭൂട്ടാനും എനിക്ക് തോന്നുന്നത് ശ്രീലങ്കയും ആണെങ്കിൽ ഉൾപ്പെടുത്തിയിട്ട് ഒന്ന് ഈ ദളിതരുടെയും മതന്യൂനപക്ഷങ്ങളുടെയും സാമൂഹിക ഇടങ്ങളും ചർച്ച ചെയ്യണം. കാരണം ദളിതർ പാകിസ്ഥാനിലുണ്ട്, ബംഗ്ലാദേശിലുണ്ട്, മ്യാൻമറിലുണ്ടോയെന്ന് അറിയില്ല, ഈ മറ്റേ നേപ്പാളിലുണ്ട്. അവിടുത്തെയും ഈ ദളിതരുടെയും മതന്യൂനപക്ഷങ്ങളുടെയും സാമൂഹിക ഇടങ്ങൾ. പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ഹിന്ദുവിൻ്റെ പേര് പറഞ്ഞു തന്നാൽ ഞാൻ എൻ്റെ ഇപ്പോൾ 100 രൂപ തരാം, ഞാൻ അതിൽ കൂടുതൽ തരാൻ പറ്റില്ല, എൻ്റെ അത്രേ ഉള്ളൂ. പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ഹിന്ദുവിൻ്റെ പേര്, ഏതെങ്കിലും ഫീൽഡിൽ വന്നിട്ടുള്ള ഒരാൾ. ഇന്ത്യയിൽ നിന്ന് മറ്റേ പ്രധാനമന്ത്രി ഒഴിച്ച് എല്ലാ ഇതിലും ലാസ്റ്റ് ചോദ്യം അത് ശ്യാംകുമാർ സാറിനോടാണ്. 80% വരേണ്യവർഗം എന്ന് പറഞ്ഞില്ല ബ്യൂറോക്രസിയിൽ. അതെങ്ങനെ ശരിയാവുക? കാരണം 50% സംവരണമുണ്ട്. അപ്പോൾ ഈ എയ്ഡഡ് മേഖലയാണ് അതിൻ്റെ ആ പ്രൊപ്പോർഷൻ തെറ്റിക്കുന്നത്. ഗവൺമെൻറ് മേഖലയിൽ 50% സംവരണം ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഒരിക്കലും 80% വരേണ്യവർഗം ആവില്ലല്ലോ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞത്, ഈ മറ്റേ ജുഡീഷ്യറിയിൽ ഒരു എവല്യൂഷൻ പറഞ്ഞല്ലോ. ആദ്യകാലത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പം ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രോഗ്രസ് അല്ല. പിന്നെ സാറ് പറഞ്ഞു മുസ്ലിം സമുദായത്തിൽ അങ്ങനെ ഒരു പ്രോഗ്രസ് ഉണ്ടായിരുന്നു. പണ്ട് കാലത്ത് സ്ത്രീകൾ അധികം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സ്ത്രീകൾ മുന്നോട്ട് കഴിഞ്ഞു സ്ത്രീകൾ മുന്നോട്ട് വരുന്നുണ്ട്. ആ സ്ത്രീകൾ മുന്നോട്ട് വരുന്നത് ഇപ്പോൾ വരുന്നുണ്ടെന്ന് പറയുന്നത് പണ്ട് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ആരുടെ കുറ്റമാണോ? മുസ്ലിംസിൻ്റെ കുറ്റമാണോ, അതോ ഈ ക്രിസ്ത്യൻസിൻ്റെ കുറ്റമാണോ, ഈ ദളിതരുടെ കുറ്റമാണോ, ബ്രാഹ്മിൻസിൻ്റെ കുറ്റമാണോ? സ്ത്രീകൾ പിന്നോക്കാവസ്ഥയിലായിരുന്നു മുസ്ലിം സമുദായത്തിൽ എന്നുള്ളത് അവരുടെ കുറ്റമാണോ അതോ മറ്റുള്ളവരുടെ കുറ്റമാണോ? ഇനി ആരെങ്കിലും ഉണ്ടോ? ഇന്ത്യയിലെ മാത്രമല്ല, ഈ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ശ്രീലങ്കയിലെയും എല്ലാം പ്രശ്നം ചർച്ച ചെയ്യണമെന്ന് പറയുന്നു. ഞാൻ ആദ്യം എൻ്റെ വീട്ടിലെ പ്രശ്നം ഒന്ന് ചർച്ച ചെയ്ത് തീർക്കട്ടെ. നമുക്ക് അടുത്ത വീട്ടിലെ പ്രശ്നം പിന്നെ ചർച്ച ചെയ്യാമല്ലോ. ഇന്ത്യ എന്ന് പറയുന്നത് എൻ്റെ വീടാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആദ്യം ചർച്ച ചെയ്ത് തീർക്കാതെ പാകിസ്ഥാനിലെ ദളിതരും അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ ദളിതരുടെയും പ്രശ്നം, അത് അവിടെ രാജ്യം, അവിടെ ഭരണഘടനയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആദ്യം നമുക്ക് ഇവിടെ ഇന്ത്യക്കൊരു ഭരണഘടനയുണ്ടല്ലോ, ആ ഭരണഘടന അനുസൃതമായിട്ട് ജീവിക്കുന്ന ഒരു ഒരു രാഷ്ട്രഭാവനയുണ്ട് നമുക്ക്. അപ്പോൾ അതൊക്കെ ചർച്ച ചെയ്തിട്ട് ബംഗ്ലാദേശിലെ പ്രശ്നം ചർച്ച ചെയ്ത് നമ്മളെങ്ങനെ പരിഹരിക്കും? നമ്മൾ വെറുതെ ചർച്ച ചെയ്യാൻ വേണ്ടിയല്ലല്ലോ, ചർച്ചയ്ക്കൊരു പരിഹാരം ഉണ്ടാവണം. അതിനുവേണ്ടിയാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ചുരുക്കത്തിൽ ഇന്ത്യയിലെ പ്രശ്നങ്ങളെ, ഇന്ത്യയിലെ ദളിതരുടെയും ആദിവാസികളുടെയും പ്രശ്നങ്ങളെ തമസ്കരിക്കാനുള്ള ഒരു തന്ത്രമാണ് അവിടെ നിൽക്കുക. ഞങ്ങൾ പാകിസ്ഥാനിലെ പ്രശ്നം കൂടെ ചർച്ച ചെയ്യുക, ബംഗ്ലാദേശിലെ പ്രശ്നം കൂടെ ചർച്ച ചെയ്യുക എന്ന് പറയുന്നൊരു തന്ത്രമാണ്. നമ്മൾ ആദ്യം ഇന്ത്യയിലെ പ്രശ്നം തന്നെ ചർച്ച ചെയ്യും. അത് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ഇന്ത്യയിലെ ഭരണാധികാരികൾ തയ്യാറാവണം. അതാണ് ഒന്നാമത്തെ ചോദ്യത്തിനോടുള്ള പ്രതികരണം. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഇവിടെ 80%-ലധികം പ്രാതിനിധ്യം എന്ന് പറഞ്ഞത്, അമിത കുത്തകാധികാര പ്രാതിനിധ്യം എന്ന് പറഞ്ഞത് കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലെ മൊത്തം കാര്യമാണ് പറഞ്ഞത്. അത് പ്രത്യേകിച്ച് ഞാൻ എടുത്തു സൂചിപ്പിച്ചത് ഇന്ത്യയിലെ സർവകലാശാലകളിലെ കാര്യമാണ്. 50% സംവരണം ഉണ്ട് എന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ. ആ സംവരണം നടപ്പിലാക്കുന്നില്ല എന്നാണ് ഞാൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നം. സംവരണം ഉണ്ട് എന്ന് പറയുന്നു, പക്ഷേ സംവരണം കൃത്യമായി നടപ്പിലാക്കുന്നില്ല. ഇപ്പോൾ IAS-ൽ നിലവിൽ 1500-ലധികം ഒഴിവുണ്ട്. ആ 1500-ലധികം ഒഴിവ് നികത്തിയാൽ സംവരണം കൃത്യമായിട്ട് പാലിക്കപ്പെടുമല്ലോ. എന്തുകൊണ്ടാണ് ആ ഒഴിവ് നികത്താത്തത്? കേന്ദ്ര സർക്കാരിൻ്റെ OBC സെക്രട്ടറിയൽ തസ്തികയിൽ OBC-യുടെ പ്രാതിനിധ്യം എത്ര? 3% താഴെയാണ്. അതാരാണ് ശരിയാക്കേണ്ടത്? 50% സംവരണം ഉണ്ട് എന്ന് പറയുന്നു, പക്ഷേ എന്തുകൊണ്ട് ആ സംവരണ ക്രമം പാലിക്കപ്പെടുന്നില്ല? എന്തുകൊണ്ട് സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ, അദ്ദേഹം പറഞ്ഞു, പുരോഗമിച്ചു? എന്ത് പുരോഗമിച്ചു? 80 സവർണ ജഡ്ജിമാരുണ്ടായിരിക്കുമ്പോൾ ഒരു പട്ടികജാതി ജഡ്ജി വരുന്നതിൻ്റെ പേരാണോ പുരോഗമനം എന്ന് പറയുന്നത്? അതിൻ്റെ പേര് അധോഗമനം എന്നാണ്. 80 സവർണന്മാരിരിക്കുന്ന ഒരു സ്ഥലത്തെ ഒരു പട്ടികജാതിക്കാരനെ മാത്രം ഇരുത്തുന്നതിൻ്റെ പേരാണ് പുരോഗമനം പോലും. അതിൻ്റെ പേര് പുരോഗമനം എന്നല്ല, ടോക്കണിസം എന്നാണ്. അതിൻ്റെ പേര്. 2026 ആയിട്ടും സുപ്രീം കോടതിയിൽ 2 ദളിതന്മാർ മാത്രമേ ഉള്ളൂ ജഡ്ജിയായിട്ട്.
അതങ്ങനെ മാറ്റുമെന്നാണ്. ഇന്ത്യൻ ഭരണഘടന നിലയിൽ വന്ന് 75 വർഷം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷം പൂർത്തീകരിച്ചിട്ടും സുപ്രീം കോടതിയിൽ 2 ദളിതന്മാരുണ്ടാകുന്നത് വലിയ പുരോഗമനമാണ് എന്ന് പറയുന്നവരെ എന്തോ വലിയ രാഷ്ട്രീയ ആന്ത്യം ബാധിച്ചിട്ടുണ്ട്, പറയാതെ നിവർത്തിയില്ല. അവരൊന്നുകിൽ ഇന്ത്യയിലെ ദളിതരെ സംബന്ധിച്ച്, ആദിവാസികളെ സംബന്ധിച്ച്, ഇന്ത്യയിലെ ജനാധിപത്യത്തെ സംബന്ധിച്ച് യാതൊരു ബോധവും ഇല്ലാത്തവരാണ്. നമ്മൾ ഈ പട്ടിണിയെ സംബന്ധിച്ചൊന്ന് സങ്കല്പിച്ച് നോക്കിയാൽ, നമ്മൾ കുറേ ആളുകൾക്ക് ചോറ് കൊടുക്കുകയും കുറേ ആൾക്ക് ചോറ് കൊടുക്കുന്നു. ആ ചോറുണ്ടെന്നവരെല്ലാം വരേണ്യരാന്ന് വിചാരിക്കുക. അതിലെ പട്ടികജാതിക്കാരിൽ 2 പേർക്ക് മാത്രമേ ചോറ്, ബാക്കിയുള്ളവർക്കാർക്കും ചോറില്ല എന്നും കൂടെ നമ്മളൊന്ന് ഊഹിക്കുക. ആ ദാരിദ്ര്യത്തിൻ്റെ പ്രശ്നം വെച്ചെങ്കിൽ ആ രൂപകത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് എങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയെങ്കിലും നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ എന്തുമാത്രം ഹിംസയുണ്ട് അതിനകത്ത്. ഇന്ത്യയിലെ ദളിതരുടെ ജനസംഖ്യ എടുത്തെന്ന് പരിശോധിച്ച് ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം സുപ്രീം കോടതിയിലും IITകളിലും IIMകളിലും ഒക്കെ ഉണ്ടാവണ്ടേ? എന്തുകൊണ്ടാണ് ഉണ്ടാവാത്തത്? ഭരണഘടനയുടെ കുറ്റമല്ല, അത് നടപ്പിലാക്കുന്ന ഭരണകർത്താക്കളുടെ കുറ്റമാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് ഭരണഘടനയുടെ കുറ്റം. അത് അംബേദ്കർ തന്നെ പറഞ്ഞല്ലോ, എൻ്റെ നേതൃത്വത്തിൽ മെച്ചപ്പെട്ടൊരു ഭരണഘടന ഉണ്ടാക്കി, പക്ഷേ അത് നടപ്പിലാക്കുന്ന ഭരണാധികാരികൾ, ഭരണഘടന എത്തപ്പെടുന്നത് ഏറ്റവും മോശം ഭരണാധികാരികളുടെ കയ്യിലാണെങ്കിൽ ആ ഭരണഘടനയും മോശമായി തീരും എന്ന് ഡോക്ടർ BR അംബേദ്കർ 1949 തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഭരണഘടന ഏറ്റവും മോശമായ പരിതസ്ഥിതിയിലാണുള്ളത് ഇപ്പോൾ. ഏറ്റവും മോശമായ പരിതസ്ഥിതി. ഒരു പുരോഗമനവും ഇല്ല. എന്തുകൊണ്ടാണ് EWS സംവരണത്തിൻ്റെ വാദം സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ തന്നെ പാസ്സായി പുറത്തു വരുന്നതിന് കാരണം എന്താ? ജഡ്ജിമാർ ഭൂരിഭാഗവും സവർണരാണ്. ഒരു ദളിത് ജഡ്ജി വിചാരിച്ചാലൊന്നും അതിന് മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. ഇതിൽ ഉന്നയിച്ച ആദ്യം ചോദിച്ച ചോദ്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ വിമർശനവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിലെ പക്ഷങ്ങളുടെ പ്രശ്നമല്ല. അത് എന്തുകൊണ്ടോ ഒരു കക്ഷി രാഷ്ട്രീയ പ്രശ്നമായി ഇതിനെ ചുരുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ട്. ഈ ഹിന്ദുത്വ ഉൽപ്പാദിപ്പിക്കുന്ന ഫാഷിസ്റ്റ് ആധിപത്യ മൂല്യങ്ങൾ ഇന്ത്യയിലെ എല്ലാവരെയും സ്വാധീനിക്കുന്നുണ്ട്. അതിന് കക്ഷിഭേദമൊന്നുമില്ല, ജാതിഭേദവുമില്ല. അതാണ് ആധിപത്യ മൂല്യങ്ങളുടെ സ്വഭാവം. അതാണ് ആ മൂല്യവ്യവസ്ഥക്കകത്തുള്ള എല്ലാവരെയും അത് സ്വാധീനിക്കും. അതിൽ ചില ആൾക്കാർ അതിനെ കുടഞ്ഞ് മാറ്റി വിമർശിച്ച് കുറച്ച് നിലപാടുകൾ നന്നാക്കാൻ നോക്കും. എല്ലാവർക്കും അത് സാധിച്ചു എന്ന് ഇരിക്കില്ല. അതിന് രാഷ്ട്രീയ നേതൃത്വങ്ങൾ മുന്നോട്ട് വരണം. ആ വിമർശനത്തിലൂടെ അവരുടെ തന്നെ പാർട്ടി അംഗങ്ങളെയൊക്കെ മാറ്റാനുള്ള ശ്രമം സ്വാഭാവികമായിട്ട് നടക്കണം. പക്ഷേ ഇതൊരു പാർട്ടിയുടെ പ്രശ്നമില്ല. ഇപ്പോൾ കേരളത്തിൽ മുസ്ലിം വിരുദ്ധതയുള്ളത് ഏതെങ്കിലും BJPക്കാർക്ക് മാത്രമാണോ? ഇല്ല, അത് അമുസ്ലിങ്ങളായിട്ടുള്ള എല്ലാവർക്കുമുള്ള ഒരു വീക്ഷണമാണ്. അതിനെ മറികടക്കാൻ കാര്യമായിട്ടുള്ള സാംസ്കാരിക ബോധവൽക്കരണവും പ്രവർത്തനവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുടുംബങ്ങളിൽ നിന്ന് തന്നെ കേൾക്കുമ്പോൾ അതിനെ ഉടൻ തന്നെ വിമർശിക്കുക, ഇനി മുതൽ ഇങ്ങനെ ഉള്ള ഒരു നിലപാടിലേക്ക് പോകരുതെന്ന് പറയുന്ന വിധത്തിലുള്ള ദൈനംദിന ജീവിതത്തിലുള്ള ഒരു ജനാധിപത്യ ബോധത്തോടുള്ള പ്രവർത്തനം അധികം ആൾക്കാരിൽ നിന്ന് കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ മനുഷ്യവിരുദ്ധതയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ സാമൂഹ്യ ബോധം പരിവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് ഈ ഫാഷിസ്റ്റ് ഒരു സ്ഥിതിവിശേഷം നല്ലവണ്ണം സാഹചര്യം ഒരുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ വിഭാഗീയത ഉണ്ടാക്കി ഫാഷിസത്തെ ഒരിക്കലും തോൽപ്പിക്കരുത് എന്നുള്ള ലക്ഷ്യമാണെങ്കിൽ ഞാൻ അംഗീകരിക്കാം. അല്ല, ഫാഷിസത്തെ തോൽപ്പിക്കാൻ വേണ്ടി കൂടുതൽ വിശാലമായിട്ടുള്ള ഐക്യങ്ങളിലേക്കും ജനങ്ങളുടെ തന്നെ ഇത്തരം അതിനെതിരായിട്ടുള്ള പ്രതികരണങ്ങൾ വളർത്താനുള്ള ശ്രമങ്ങളിലേക്കുമാണ് നാം പോവേണ്ടത് എന്നുള്ള ഒരു ആലോചനയാണ് നടത്തുന്നതെങ്കിൽ അതിന് സാങ്കത്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേ ചോദ്യത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം സാമ്പത്തിക നിർണയവാദമെന്ന് നമ്മൾ സാധാരണ പറയുന്ന കാര്യമാണ്. ഇപ്പോൾ EWS റിസർവേഷൻ്റെ കാര്യം പറഞ്ഞു. അപ്പർ കാസ്റ്റ് ഹിന്ദുസിനുള്ള റിസർവേഷനാണ്. ഞാൻ JNUവിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് ഇതിനിടെ റിട്ടയർ ചെയ്ത ആളാണ്. കേരളത്തിലുള്ളവർക്കും ഒക്കെ ഇതറിയാം.
നമ്മൾ അഡ്മിഷൻ കൊടുക്കുമ്പോൾ ധാരാളം ഇന്ത്യയിൽ നിന്ന് ഒക്കെ ഒരുപാട് പേര് ടെസ്റ്റൊക്കെ എഴുതിയിട്ടാണ് അഡ്മിഷന് അവിടെ JNUവിലൊക്കെ വരുന്നത്. പിന്നെ OBCയും SC/ST റിസർവേഷനും ഒക്കെ ഉള്ളവർക്ക് അവർ റാങ്കിൽ വളരെ മേലെ ഉള്ളവരാണ്, ഈ ജനറൽ അല്ല. ഈ അപ്പർ കാസ്റ്റ് ഹിന്ദുസ് എന്ന് പറയുന്നവർ 1000 പിന്നെ മാർക്കിൻ്റെ അവരുടെ റാങ്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ ലിസ്റ്റിൽ 1000-ൽ വരുന്ന ആൾക്കാണ് അഡ്മിഷൻ കിട്ടുന്നത്. ഇത് എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ എൻജിനീയറിങ് കാര്യം നോക്കിക്കഴിഞ്ഞാലും ഇതൊക്കെ തന്നെ. എന്നാൽ ആൾക്കാരുടെ ബോധത്തിൽ എന്താ കിടക്കുന്നത്? ഈ യാഥാർത്ഥ്യമല്ല, ഇത് സാമ്പത്തിക പരിഗണനയാണ്. പാവപ്പെട്ടവരിലെ എന്താണ് ഈ പിന്നെ മുന്നോക്ക ജാതി റിസർവേഷനുള്ള സാമ്പത്തിക പരിഗണന? വലിയ ഇത്ര ലക്ഷം, ഇത്ര ഭൂമി, ഇതൊക്കെ ഉള്ളതിൽ താഴെ. എന്നാൽ ബാക്കി റിസർവേഷൻ ഉള്ളവർക്ക് ഉള്ള പരിഗണന എന്താണ്? ഇത് എങ്ങനെ വിദ്യാഭ്യാസ രംഗത്തെയൊക്കെ പിറകോട്ടടിക്കാം എന്നുള്ളത് യഥാർത്ഥ കണക്കും അനുഭവവും വെച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് നമ്മുടെ ധാരണ എന്ന് പറയുന്നത്, അതിനാണ് കുറച്ച് പഠനവും ഒക്കെ ആവശ്യമായിട്ട് വരുന്നത് അവിടെയാണ്, അന്വേഷണം ആവശ്യമായിട്ട് വരുന്നത്, കണക്കുകൾ ആവശ്യമായിട്ട് വരുന്നത് അവിടെയാണ്. ഇതൊന്നും ആൾക്കാർ വിചാരിക്കുന്ന മാതിരിയല്ല യാഥാർത്ഥ്യം. നമ്മുടെ വിചാരത്തിൽ ഇങ്ങനെയാണ്. ഈ വിചാരങ്ങളൊക്കെ വരുന്നത് ഈ പറഞ്ഞ മാതിരിയുള്ള ആധിപത്യ ബോധത്തിൽ നിന്നാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ സാമ്പത്തികമായിട്ടുള്ള ഒരാളുടെ നിലയ്ക്ക് സിസ്റ്റമിക്കായിട്ടുള്ള ഒരു കാര്യമില്ല. ഈ വ്യവസ്ഥയുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. അവരുടെയൊക്കെ വ്യക്തികളുടെ ജീവിതം കൊണ്ടുണ്ടായതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു സാമൂഹ്യ അപഗ്രഥന രീതിയായിരിക്കും. അതുകൊണ്ടാണ് വ്യവസ്ഥാപരമായിട്ടുള്ള ഇപ്പോൾ ജാതി വ്യവസ്ഥയുടെയൊക്കെ വലിയ ഒരു ചരിത്രം നമുക്കുണ്ടല്ലോ. അതിന് മാറ്റം വരണമെങ്കിൽ അത് വിമർശനാത്മകമായിട്ടുള്ള അതിലെ ഇടപെടൽ വേണ്ടേ? അപ്പോൾ വ്യവസ്ഥാപരമായിട്ടുള്ള ഒരു കാരണങ്ങളും ഒരു സമൂഹത്തിൻ്റെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമല്ല എന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് യാഥാർത്ഥ്യവുമായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യമായിട്ട് മാറും. ഇതുകൊണ്ടാണ് എപ്പോഴും ഈ റിസർവേഷൻ്റെ ഒക്കെ കാര്യം വരുമ്പോൾ അതൊരു ഓരോ സമുദായങ്ങളുടെയും ഈ ദേശരാഷ്ട്രത്തിൻ്റെ വിഭവങ്ങളിലേക്കും അധികാരത്തിലേക്കുമുള്ള അവരുടെ കടന്നുവരവിൻ്റെ ഒരു കാര്യമായിട്ടാണ് അത് എടുക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ സാമ്പത്തിക ശേഷി നോക്കിയിട്ടുള്ള ഒരു കാര്യമല്ല. അതിലേക്കൊക്കെ റിസർവേഷനെ താഴ്ത്തി കെട്ടി ഇന്നുണ്ടാക്കിയിട്ടുള്ള സാഹചര്യം അതാണ്. അവിടെ ഈ മെറിറ്റ് എന്ന് പറയുന്നതിന് യാതൊരു വിലയില്ലാതായിട്ടുണ്ട്. ഏറ്റവും പിറകിൽ കിടക്കുന്നവർക്കാണ് ഇന്ന് അഡ്മിഷനാണെങ്കിലും തൊഴിലും ഇത് തന്നെയായിരിക്കും വരാൻ പോകുന്ന ഇത്തരം കാര്യങ്ങൾ എല്ലായിടത്തും നടപ്പാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ. ഇപ്പം അതിൻ്റെ ഒരു വളരെ ഏർലി സ്റ്റേജാണ്. മൊത്തമായിട്ടുള്ള ഒരു കണക്ക് നമുക്കിതിൽ കിട്ടാൻ ആയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ നമ്മുടെ ആശയഗതികളും സ്വാധീനിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. യാഥാർത്ഥ്യത്തെക്കുറിച്ച് കുറച്ചും കൂടെ കൃത്യമായിട്ടുള്ള പിന്നെ അന്വേഷണങ്ങൾ നടത്തി ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം ഉന്നയിക്കുന്നത് നന്നായിരിക്കും തോന്നുന്നു. ഇനി ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം. ചർച്ച ഒരു പരിപാടി കൊണ്ട് അവസാനിക്കേണ്ടതല്ല. അതൊരു സാമൂഹിക ഉത്തരവാദിത്തമായി മാറുമ്പോൾ മാത്രമേ ഇത്തരം ചർച്ചകൾക്ക് ഒരു ഫലപ്രാപ്തി ഉണ്ടാവൂ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ചർച്ച നയിച്ച പ്രിയപ്പെട്ട രാമകൃഷ്ണൻ മാഷ്, ഡോക്ടർ TS ശ്യാംകുമാർ മാഷ്, ഡോക്ടർ MH ഇല്യാസ് ഈ ചർച്ച സശ്രദ്ധം ശ്രവിക്കുകയും ഇതിനകത്ത് വളരെ സജീവമായി പങ്കെടുക്കുകയും ചെയ്ത എല്ലാവർക്കും സമദർശിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടി അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു.